Hi all, good morning and welcome to PsyQuesta, a fast wellness online internship program. ഇപ്പൊ കുറച്ച് പേര് ചോദിച്ചു ഇന്റേൺഷിപ്പ് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. തീർച്ചയായും പറ്റും. ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ച് ആണ് വളരെ സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം തയ്യാറായി. ഇവിടെ ഫസ്റ്റ് ബാച്ചിലുള്ള കുറച്ച് പേരുണ്ട്. രേഖ പിന്നെ ആരൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ അതും കൂടെ ഒന്ന് ചോദിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഓൺലൈൻ ഇന്റേൺഷിപ്പ്? ഇത്രയും നമ്മളിപ്പം ഏകദേശം കഴിയാറായി. ഒരുപാട് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തു. എങ്ങനെ ഉണ്ടായിരുന്നു ഓൺലൈനിൽ? ഒന്നോ രണ്ടോ പേരൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ അവർക്ക് അതൊരു ഹെൽപ്ഫുൾ ആവുമായിരുന്നു. ആരൊക്കെയാ ഉള്ളത് നമ്മൾ ഓൺലൈനിൽ? ആ, രശ്മി പറയൂ, എന്തായിരുന്നു നമ്മുടെ ഓൺലൈൻ ഇന്റേൺഷിപ്പ്, എങ്ങനെ പോയി? ഞാൻ സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ആവുന്നതിന് മുൻപെയാണ് ഈ ഇന്റേൺഷിപ്പിൽ ജോയിൻ ചെയ്തത്. സൈക്കോളജി എന്താണെന്ന് മനസ്സിലായതും ഒരു കൗൺസിലിംഗ് പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലായതും അതിന്റെ പ്രൊസീജിയർ, മെത്തേഡ്സ്, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതും ത്രൂ ദിസ് ഇന്റേൺഷിപ്പാണ്. അതുപോലെ തന്നെ ഒരു ഓഫ്ലൈൻ 4 ദിവസം മാനസയിൽ കിട്ടിയതും ആദ്യമായിട്ട് ഞാൻ അങ്ങനെയുള്ള ഒരു ടീമുമായിട്ട് ഇടപഴകുന്നതും അതിന്റെ ഒരു എക്സ്പീരിയൻസും ശരിക്കും എന്താ പറയാ, ഒരു ഓവറോൾ വ്യൂ കിട്ടിയത് ത്രൂ ഇന്റേൺഷിപ്പാണ്. അല്ലാതെ ഞാൻ ഇഗ്നോ സ്റ്റഡി കൊണ്ട് മാത്രമായിട്ട് എനിക്ക് ഒന്നും ആവില്ല എന്നുള്ള ബോധ്യം നല്ലപോലെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു രശ്മി. ഈ ഓൺലൈൻ ഇന്റേൺഷിപ്പിനും ഉള്ളവർക്കും നിങ്ങൾക്ക് ഹോസ്പിറ്റൽ പോസ്റ്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് ചെയ്യാവുന്നതാണ്. ഒരു 4 ദിവസം നമ്മൾ ഹോസ്പിറ്റൽ പോസ്റ്റിംഗ് കൊടുക്കാറുണ്ട്. ഇപ്പൊ രശ്മി അല്ലാണ്ട് വേറെ ആരൊക്കെയാ ഉള്ളത് നമ്മുടെ ഇന്റേൺഷിപ്പുകാര്? നമ്മൾ റെക്കോർഡിങ്സ് കൊടുക്കുന്നതിനെ കൊണ്ട് കുറച്ചുപേര് റെക്കോർഡിങ്സ് ആണ് കേൾക്കാറുള്ളത്. റെക്കോർഡിങ്സ് ആണെങ്കിൽ പോലും ഓൺലൈൻ ആയിട്ട് നമ്മൾ വളരെ ക്ലിയർ കട്ട് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യാറുള്ളത്. വേറെ ആരൊക്കെ? ഷെഫിയൊക്കെ നമ്മുടെ ഇന്റേൺഷിപ്പ് സ്റ്റുഡന്റ് അല്ലേ? എന്താണ് ഷെഫ നമ്മുടെ ഓൺലൈൻ ഇന്റേൺഷിപ്പിനെ പറ്റിയൊരു ഫീഡ്ബാക്ക്? ശരിക്കും എൻ്റെ കുറെ ഫ്രണ്ട്സ് ഓഫ്ലൈൻ ഇന്റേൺഷിപ്പിന് പോയായിരുന്നു. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഒരു 1000 ടൈംസ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ളത് ഈ മാമിന്റെ ക്ലാസ്സിൽ നിന്നാണ്. കാരണം ഓരോ ടോപ്പിക്കും അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എന്താ വെച്ചാൽ എത്ര മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞ് നമ്മളെ എന്താ പറയുന്നത് ആ ഒരു കംപ്ലീറ്റ് അരച്ച് കലക്കി കുടിപ്പിച്ച് അങ്ങനത്തെ ഒരു ക്ലാസ് ആയിരുന്നു മാമിന്റെ. എനിക്ക് അതെ, അവിടെയുള്ള മാമിന്റെ ടീമിലെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇന്ററാക്ഷൻ ആയാലും ഡൗട്ട് ചോദിക്കുന്നതായാലും എല്ലാം നല്ല ഫ്രീ ആയിട്ടാണ്. ഇങ്ങനത്തെ ഒരു ഇതിൽ എനിക്ക് പഠിക്കാൻ പറ്റിയത് വളരെ സന്തോഷം. താങ്ക് യു മാം. ഓക്കെ ഷെഫ, താങ്ക് യു. സത്യം പറയുകയാണെങ്കിൽ ഞാൻ മാത്രമല്ല ഓൺലൈൻ ഇന്റേൺഷിപ്പ് ക്ലാസ് കൊടുക്കുന്നത്. നമ്മളൊരു ടീമാണ്, 5 പേരുടെയും ക്ലാസ് ഉണ്ട്. യെസ്, ഓഫ് കോഴ്സ് യു ക്യാൻ ഷെയർ ദിസ് ലിങ്ക് ടു എനി ഗ്രൂപ്പ്സ്. നിങ്ങൾക്ക് ഈ ഗ്രൂപ്പ്സ് ഏറ്റവും ഫാമിലി തെറാപ്പിയാണ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ടോപ്പിക്കാണ് കേട്ടോ. അപ്പോ അത്രയും നമ്മള് എന്തിനു പറയാം, ഡിപ്രഷൻ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഹാംഡി വെച്ച് പഠിപ്പിച്ചു. ആൻസൈറ്റി ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇനിയിപ്പോ ഇന്ന് വൈകുന്നേരത്തെ ക്ലാസ്സിൽ LD ലേണിംഗ് ഡിസബിലിറ്റി ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഒരുവിധം ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ വേണ്ട എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടോ? രേഖ ഒരു ഫീഡ്ബാക്ക് പറയുന്നോ? രേഖ എപ്പോഴും ഷെഫ, രശ്മി, രേഖ ഒക്കെ സ്ഥിരം നമ്മൾ ഓൺലൈൻ ഇന്റേൺഷിപ്പിൽ എല്ലാവരും വളരെ ഇൻട്രസ്റ്റിലാണ് കയറാറുള്ളത്. ഭയങ്കര ഡിസ്കഷൻ ആണ്. എന്താണ് നമ്മുടെ ഇന്റേൺഷിപ്പിനെ പറ്റിയുള്ള? അല്ല, ഓൺലൈൻ ഇന്റേൺഷിപ്പിൽ ഇത്ര സൂപ്പറായിട്ട് ഇത് പോകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കാരണം അത്രയ്ക്ക് ഡീറ്റെയിൽഡ് ക്ലാസ്. അത് നമ്മൾ അവിടെ എനിക്ക് വരാൻ പറ്റിയിട്ടില്ല, ഇനി ഞാൻ വരുന്നുണ്ട്. എങ്കിൽ പോലും ആ വന്ന് ചെയ്തതുപോലെ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് ഈച്ച് ആൻഡ് എവരിത്തിങ് ഒരു കാര്യം പോലും മിസ് ചെയ്യാതെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇത്ര കുറഞ്ഞ ഫീസില്ല. അതാണ് എനിക്ക് മാം ആക്ച്വലി ഫീസ് ഇച്ചിരി കൂട്ടേണ്ടതാ ഇതിന്. ഇനിയുള്ള ബാച്ചിൽ ഇത് ഞങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയാണ്. ഇനിയുള്ള ബാച്ച് വല്ലാണ്ടൊന്നും കൂട്ടത്തില്ല കേട്ടോ. നമ്മൾ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് പഠിപ്പിക്കുക. കാരണം പല ആളുകൾക്ക് വന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മക്കളുള്ളവര് അല്ലെങ്കിൽ എബ്രോഡുള്ളവരൊക്കെ ഉണ്ട്. വാല്യൂ ഫോർ മണി എന്നല്ല പറയാൻ പറ്റുന്നത്. കാരണം ഫീസ് കുറയുമ്പോൾ ആളുകൾക്കൊരു ധാരണയുണ്ട് അത് ക്വാളിറ്റി കുറവായിരിക്കുമെന്ന്. പക്ഷെ ഇത് ക്വാളിറ്റി വെച്ച് നോക്കിയാൽ ഈ ഫീസ് വളരെ കുറവാണ്, വളരെ കുറവ്. വളരെ നല്ല ക്ലാസ്. 70ഓളം കുട്ടികൾ ഫസ്റ്റ് ബാച്ചിൽ, 72 കുട്ടികൾ ഓൺലൈൻ ആക്കോ? ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു.
CBT ഓൺലൈൻ വരുന്നുണ്ട്, കഴിഞ്ഞ ഉടനെ വരുന്നുണ്ട് CBT ഓൺലൈൻ കേട്ടോ. നമ്മളെ സ്റ്റുഡൻസിനെ നമുക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, വരുന്നുണ്ട്. CBT കൂടി നമുക്ക് ചെയ്യാനുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ ഓൺലൈൻ ഇന്റേൺഷിപ്പ് ചെയ്താൽ എങ്ങനെയിരിക്കും എന്നൊക്കെ ഉള്ളവർക്ക്. അങ്ങനെ ഓ എന്തോ ഓക്കെ. അപ്പൊ ഓൺലൈൻ ഇന്റേൺഷിപ്പ് ചെയ്യാം, നമ്മളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. ഓഫ്ലൈനും പോലെ തന്നെയാണ് നമ്മൾ പോയിട്ടുള്ളത്. 1 month ആണ് സർട്ടിഫിക്കേഷൻ ഉണ്ടാവെങ്കിലും ഒരു 1 month കൊണ്ട് തീരില്ല, കാരണം ഡെയിലി ഒരു 1 hour 1.5 ആയതുകൊണ്ട് ഒരു 3 months ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ തീർക്കുക. ബട്ട് എല്ലാ കോണ്ടന്റ്സും അതിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതായത് മിത്സ് അബൌട്ട് മാരേജ്, കോമൺ മിത്സ് അബൌട്ട് മാരേജ്. അതിന്റെ റിയാലിറ്റി കൂടെ പറയാണ്. എന്തിനാണ് ഇത് മിത്ത് നിങ്ങളെ പഠിപ്പിക്കുന്നത്? നമ്മൾ ഫാമിലി തെറാപ്പി എടുക്കുന്ന സമയത്ത് നമ്മളടുത്ത് പേഷ്യൻസ് വന്നാൽ ഈ മിത്സ് ആണ് അവർ പറയാ. സോ അതിന്റെ റിയാലിറ്റി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അതായത് പിന്നെ കല്യാണം കഴിച്ച എല്ലാം ശരിയാവുന്ന വെച്ചിട്ടല്ലേ മാം ഞാൻ ഇവളെ കല്യാണം കഴിപ്പിച്ചത്, എന്നിട്ടും ശരിയാവില്ലല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. കല്യാണം കഴിച്ചാൽ എല്ലാം ശരിയാവും എന്ന് പറയുന്നത് മിത്താണ്. അതിന്റെ റിയൽ വശം നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മിത്സ്, ഒരു 15ഓളം മിത്സ് നമ്മൾ നോക്കുന്നുണ്ട്. നോക്കാം നമുക്ക്. അപ്പൊ കോമൺ മിത്സ് അബൌട്ട് മാരേജ്, ഇത് നമ്മള് പ്രീമാരിറ്റലിലാണെങ്കിൽ ഇതിന്റെ റിയാലിറ്റി ഫേസസ് ആണ് കപ്പിൾസിന് പറഞ്ഞു കൊടുക്കുക. മിത്സ് അല്ല, റിയാലിറ്റി ഫേസസ് ആണ് പറഞ്ഞു കൊടുക്കുക. ഓക്കെ. മാരേജ് ഇസ് ഓഫൻ സറൗണ്ടഡ് ബൈ മിത്സ് ദാറ്റ് ക്യാൻ ക്രിയേറ്റ് അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ്. ഈ പല മിത്തുകളുമാണ് പാർട്ട്നേഴ്സിന്റെ ഇടയിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സും ബുദ്ധിമുട്ടുകളും ഒക്കെ. കാരണം ഈ മിത്ത് അല്ലാണ്ട് സത്യമാണെന്ന് ഇവർ വിശ്വസിച്ചുകൊണ്ടിരിക്കും. Okay, here are some of the most common myths and truth behind them. കുറച്ച് മിത്സും അതിന് ബിറ്റ്വീനുള്ള ട്രൂത്ത്സും. ഓക്കെ. ഫസ്റ്റ് മിത്താണ് മാരേജ് വിൽ ഫിക്സ് ഓൾ പ്രോബ്ലം. കല്യാണം കഴിച്ചാൽ എല്ലാം ശരിയാവും. എല്ലാവരുടെയും ഒരു ധാരണ ആണ് ഒന്നും ശരിയാവാൻ പോകുന്നില്ല, ഒരു പ്രശ്നത്തിന്റെ പരിഹാരമേ ഇല്ല. ഞാൻ പറയും കുരുവാണ് കല്യാണം. ഒരു കൂൻ എന്നുള്ള പ്രശ്നം നമുക്ക് ഓൾറെഡി ഉള്ളപ്പോ കല്യാണം കഴിക്കാൻ നമ്മൾ അതിലൊരു കുരു വരുന്ന പോലെയാണ്. ചില അമ്മമാര് മക്കള് പണിക്ക് പോകാണ്ടായി കഴിഞ്ഞാല്, അല്ലെങ്കിൽ മക്കള് എന്തെങ്കിലും മോശം കൂട്ടുകെട്ടിലേക്ക് പോയാല് ഒക്കെ അതിലൊക്കെ ഒരു പരിഹാരമായിട്ട് കല്യാണത്തെ കാണാറുണ്ട്. എന്നിട്ട് കല്യാണം കഴിപ്പിച്ചിട്ടും റെഡി ആയില്ല. നമ്മൾ എപ്പോഴും ഓക്കെ ആയിരിക്കുമ്പോൾ മാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് കല്യാണം, അല്ലാണ്ട് ഒരു പ്രശ്നത്തിന് പരിഹാരം. ഞാൻ ഈ അടുത്തൊരു കോമിക്ക് കണ്ടിരുന്നു. ഒരു പെണ്ണ് കാണല്. അപ്പൊ പെണ്ണ് കാണലിന് അവിടെ നിൽക്കുന്ന സമയത്ത് അമ്മായിയമ്മ, ഈ ചെക്കന്റെ അമ്മ പെൺകുട്ടിനോട് പറയാണ്, മോളെ അവന് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, മോള് വേണം ഇനി അതൊക്കെ റെഡിയാക്കി എടുക്കാൻ. അപ്പൊ കൊച്ചു പറയുന്നത്, അയ്യോ അമ്മേ, സൈക്കോളജിസ്റ്റ് വീട് 2 വീടിന്റെ അപ്പുറത്താണ്, ഇത് ഞാൻ സൈക്കോളജിസ്റ്റ് അല്ല എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സൈക്കോളജിസ്റ്റ് കൊണ്ട് കാണിച്ചിട്ട് എന്ത് ചെയ്യാ, അതിന് പ്രശ്നം കണ്ടെത്താ, അല്ല പരിഹാരം കണ്ടെത്താ. അല്ലാണ്ട് പിന്നെ നിങ്ങൾ 10-30 കൊല്ലം നോക്കിയ മക്കളെ റെഡിയാക്കാനുള്ളവരല്ല ഭാര്യയും ഭർത്താവും. ചിലപ്പോ ഭർത്താക്കന്മാര് ഭാര്യയുടെ അമ്മ പറയും, അവളെ കല്യാണം കഴിച്ച് നീയല്ലേ റെഡിയാക്കേണ്ടതെന്ന് പറയും. അല്ലെങ്കിൽ ഭർത്താവിന്റെ അമ്മ പറയും, അവനെ കല്യാണം കഴിച്ചിട്ട് നീയല്ലേ റെഡിയാക്കേണ്ടത്. നിങ്ങൾക്ക് 10-28 കൊല്ലം റെഡിയാക്കാൻ പറ്റാത്തത് ഞങ്ങൾ എങ്ങനെ റെഡിയാക്കാനാണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തിരിച്ച് ചോദിച്ചേ മതിയാവും. കാരണം ഒരു പ്രശ്നത്തിനുമുള്ള പരിഹാരമല്ല കല്യാണം. എസ്പെഷ്യലി മെന്റൽ ഹെൽത്ത് പ്രോബ്ലത്തിന് പലരും കല്യാണം കഴിച്ചാൽ ശരിയാവും, കല്യാണം കഴിപ്പിച്ചാൽ ശരിയാവും. അതുപോലെ ഉണ്ട് അഫെയർ പിടിച്ചു കഴിഞ്ഞാൽ, അതായത് വീട്ടില് പ്രണയം പൊക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് നേരെ കൊണ്ടിട്ട് കല്യാണം കഴിപ്പിക്കും. അത് അവർക്ക് ഡബിൾ തലവേദനയാണ് ഉണ്ടാക്കുക. അപ്പൊ എല്ലാ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാരേജ് വിൽ ഫിക്സ് ഓൾ പ്രോബ്ലം മിത്താണ്. അതിന്റെ റിയാലിറ്റി എന്തോ റിയാലിറ്റി എന്താണ് നോക്കിക്കേ. Marriage is not a solution to personal, emotional or relational issues. കണ്ടോ, റിലേഷണൽ ഇഷ്യൂസിന്റെയോ പേഴ്സണൽ ഇഷ്യൂസിന്റെയോ ഇമോഷണൽ ഇഷ്യൂസിന്റെയോ പരിഹാരമല്ല കല്യാണം. If a couple has communication problem, trust issue or personal struggles, these will continue after marriage unless actively addressed. കണ്ടോ, ഇപ്പൊ നിങ്ങൾ ലിവിംഗ് ടുഗദർ ഒരു പാർട്ട്ണറൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ഒക്കെ കല്യാണം കഴിച്ചാൽ അത് ഒരിക്കലും റെഡിയാവാൻ പോകുന്നില്ല. ആ പ്രശ്നങ്ങളൊക്കെ തീർന്ന ശേഷം മാത്രം കല്യാണത്തിലേക്ക് പോവാം. അതായത് നിങ്ങൾക്ക് ഒരു ആൻസൈറ്റിയോ ഡിപ്രഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർത്തിട്ട് എന്ത് പോവാം, കല്യാണത്തിലേക്ക് പോവാം. അല്ലാണ്ട് കല്യാണം കഴിഞ്ഞെന്ന് വെച്ചിട്ട് ഇതൊന്നും അവസാനിക്കാൻ വേണ്ടി പോകുന്നില്ല. എന്നാലും കൂടാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഹെൽത്തി റിലേഷൻഷിപ്പ് റിക്വയർ കണ്ടിന്യൂ
കണ്ടിന്യൂസ് എഫേർട്ട്, നോട്ട് ജസ്റ്റ് വെഡിങ് സെറിമണി. കണ്ടോ, ഹെൽത്തി റിലേഷന് രണ്ടുപേരും കണ്ടിന്യൂസ് എഫേർട്ട് ഒക്കെ ആയിട്ടാണ്. വെഡിങ് സെറിമണി കൊണ്ട് അതിനൊന്നും ഒരു പരിഹാരമാവാൻ വേണ്ടി പോകുന്നില്ല. സോ കല്യാണം എന്നുള്ളത് ഒരു പ്രശ്ന പരിഹാരമല്ല, പകരം നമ്മളെല്ലാം മ്യൂച്വലി എന്താ പറയാ നല്ല രീതിയിൽ ഇരിക്കുന്ന സമയത്ത് കോൺസ്റ്റന്റ് എഫേർട്ട്, അതായത് ഒരു വൈവാഹിക ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ പോകണമെങ്കിൽ രണ്ടുപേരും ഈക്വലി എഫേർട്ട് ഇടണം. രണ്ടുപേരും, ഒരു പ്രശ്നത്തിലുള്ള ആൾക്ക് എഫേർട്ട് ഇടാൻ പറ്റൂല, അത് സ്വാഭാവികമാണ്. ഒരു എഫേർട്ട് ഇടാൻ പറ്റാതിരിക്കുന്ന സമയത്ത് അവരെ പിന്നെ നമ്മൾ കുറെ എഫേർട്ട് ഇടാൻ ഇങ്ങനെ നിർബന്ധിച്ചിട്ട് വല്ല കാര്യം കിട്ടോ ഇല്ല. അപ്പം എന്തെങ്കിലും പ്രശ്നം അതെന്തായിക്കോട്ടെ അത് പരിഹാരം കണ്ടെത്തിയ ശേഷം മാത്രം കല്യാണത്തിലേക്ക് പോവാം. ഇനി അടുത്ത മിത്താണ്, അതോടെ കല്യാണം കഴിഞ്ഞ എല്ലാവർക്കും ബാധകമാണ്. ഹാപ്പി കപ്പിൾസ് നെവർ ഫൈറ്റ്. അതായത് ചില കപ്പിൾസ് അടി കൂടാൻ പാടുണ്ടോ മാം, അടി കൂടുന്നവര് ചീത്ത കപ്പിൾസ് അല്ലേ? ഒരിക്കലും അല്ല. ഫൈറ്റ് ഇപ്പം ഞാൻ ഇവിടുത്തെ കപ്പിൾസ് നിങ്ങളൊക്കെ വിചാരിക്കുന്നത് ഞാൻ എന്റെ ഹസ്ബൻഡൊക്കെ ഭയങ്കര അടിപൊളിയാണ്, ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആണ്, ഞങ്ങൾ അറിയുന്നവർക്കൊക്കെ അറിയാം ഞങ്ങൾ ഭയങ്കര കംഫർട്ട് ആയിട്ടുള്ള കപ്പിൾസാണ്. ബട്ട് നല്ല ഫൈറ്റ് ഉണ്ടാവാറുമുണ്ട്. ആ ഫൈറ്റ് എപ്പോഴും റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന പോലെ. അതായത് ആ ഫൈറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു, വെൽ ഹാൻഡിൽ ചെയ്യാനാണ് ശ്രദ്ധിക്കാറുള്ളത്. എപ്പോഴും അപ്പുറത്തെ ആളോട് ഞാൻ എന്റെ കാര്യവും ഞാൻ എന്റെ ക്ലയൻസിന് പറഞ്ഞു കൊടുക്കുന്ന കാര്യം തിരിച്ചു പറയാൻ വേണ്ടി ഞാൻ അപ്പുറത്തെ ആളെ കേൾക്കാറില്ല. അയാളുടെ പ്രശ്നമാണ് ഞാൻ കേൾക്കാറുള്ളത്. അപ്പുറത്തെ ആള് പ്രശ്നം പറയുമ്പോൾ അതിന് മറുപടി കൊടുക്കാനുള്ള അയാളുടെ പ്രശ്നമാണ് ഞാൻ ശ്രദ്ധിക്കാറുള്ളത്. ഇപ്പൊ ഹാപ്പി കപ്പിൾസ് നെവർ ഫൈറ്റ് എന്ന് പറയുന്നത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരാം അയലത്തെ അദ്ദേഹം സിനിമയാണ്. അയലത്തെ അദ്ദേഹം സിനിമയിലുള്ള ആ സീൻസ് ഒക്കെയാണ്. ഹാപ്പി കപ്പിൾസ് ആയാലും ഫൈറ്റ്സ് ഉണ്ടാവും. കാരണം ഞാൻ ഇന്നലെ സൂചിപ്പിച്ച പോലെ രണ്ട് വീട്ടില്, രണ്ട് സാഹചര്യത്തില്, രണ്ട് കൾച്ചറില് രണ്ട് പാരന്റ്സ് വളർത്തിയ ആളുകളാണ്. അപ്പോ ഓഫ് കോഴ്സ് അവിടെ എന്തായാലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പം എന്നെയൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒറ്റക്കുട്ടിയായിട്ട് ജീവിച്ച് പെട്ടെന്ന് വേറൊരു വീട്ടിലേക്ക് പോയി അവിടെ കുറെ ആളുകൾ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ കാലത്തൊക്കെ എന്റെ വീട്ടിൽ എന്ന് വെച്ചാൽ ഏറ്റവും ഓസിറ്റ് ആയിട്ടുള്ള ആളാണ്. അതായത് എല്ലാം ഭയങ്കര അടുക്കും ചുറ്റയിലാണ്, അലമാരയൊക്കെ അടുക്കും ചുറ്റയിലാണ്. ഈ എന്താ പറയാ, ഞങ്ങളുടെ നാട്ടിൽ ഈക്കെന്ന് പറയാം, ഈ ഇട്ട ഡ്രസ്സുകളൊന്നും പിന്നെ അതിനായിട്ടൊരു ബോക്സ് ഉണ്ട്, ലോണ്ടറി ബോക്സ്, അത് തന്നെ ഇട്ടോളണം, അവിടെ ഇവിടെ ഒന്നും ഇടാൻ പാടില്ല. അങ്ങനെയൊക്കെയാണ് ഞാൻ വളർന്നിട്ടുള്ളത്. ഹസ്ബൻഡിന്റെ വീട്ടിലെത്തുമ്പോൾ അവരെല്ലാവരും അയച്ച ഡ്രസ്സ് നിലത്തിട്ട് വെക്കും. അത് അവർക്കൊരു ശീലമാണ്. അവർ ബോയ്സ് എല്ലാവരും ബോയ്സും ആണല്ലോ. അപ്പൊ ആദ്യം അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി പക്ഷെ അതൊരു ട്രൈറ്റ് ആണ്. അപ്പം പറഞ്ഞ അവരെടുത്തോണ്ട് പോകും, അല്ലാതെ അവർ ശീലിച്ചതാണ്. ഇപ്പൊ ഞാനും അങ്ങനെയായി, ഞാനും നിലത്തിടും, എന്നിട്ട് എല്ലാം കൂടെ പറക്കി ലോണ്ടറി ബോക്സ് കൊണ്ടിടും. ഇപ്പൊ അങ്ങനെ ആയി. അതാണ് വന്നിട്ടുള്ള ചേഞ്ച്. കാരണം മനസ്സിലായി ഇവര് മാറില്ല, അപ്പൊ ഞാനും കൂടെ മാറി. അത്രേ ഉള്ളൂ. അപ്പൊ ആദ്യമൊക്കെ ഇതിനായിട്ടുള്ള ഫൈറ്റ് വരാറുണ്ടായിരുന്നു, ഇല്ല എന്നൊന്നും പറയുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് എന്റെ ബർത്ത്ഡേ ഭയങ്കര പ്രധാനം കേട്ടോ. എന്റെ വീട്ടിൽ എന്റെ ബർത്ത്ഡേ ഭയങ്കര അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ഒക്കെ ചെയ്യും. ഞാൻ ഒറ്റ കുട്ടിയാണല്ലോ, എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യും എന്റെ വീട്ടില്. ഇവിടെ ആർക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കും, അങ്ങനെയൊക്കെ ആയിട്ട് ഗിഫ്റ്റൊക്കെ കിട്ടും. എന്റെ ബർത്ത്ഡേ എന്റെ ഹസ്ബൻഡ് മറന്നു പോകും. അതാ കോമഡി. പുള്ളിക്കാരന് ഓർമ്മയുണ്ടാവില്ല, ഫസ്റ്റ് ബർത്ത്ഡേ എന്നെ മറന്നുപോയി. അപ്പോ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ പുള്ളിക്കാരന്റെ ബർത്ത്ഡേ ഇപ്പം January 25 ആണ്. ഞാൻ January 1 മുതൽ പ്ലാൻ ചെയ്യും, സർപ്രൈസ് ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ടാവേ. പക്ഷെ എന്റേത് ആള് മറന്നു. അപ്പം ഇതിന്റെ പേരിൽ നമ്മൾ ഫൈറ്റ് ഉണ്ടായിരുന്ന ശേഷം ഒരു ദിവസം ഹസ്ബൻഡ് ഇരുവനഫ നീ വന്ന ശേഷമാണ് എന്റെ ബർത്ത്ഡേ ഞാൻ പോലും അറിഞ്ഞു തുടങ്ങിയ January 25 ആണ്. ഞങ്ങളെ വീട്ടിൽ അങ്ങനെ ബർത്ത്ഡേസ് ഒന്നും സെലിബ്രേറ്റ് ചെയ്യാറില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ മറന്നു പോകുന്നത്. അപ്പൊ നിനക്ക് എന്താ? അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ ബർത്ത്ഡേസ് ഓർത്തിരിക്കണം, എനിക്കത് വിഷ് ചെയ്തിട്ടില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് ഇഷ്ടമാണ് അങ്ങനെയൊക്കെ വിഷ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ വിഷ് ചെയ്യണം. അപ്പൊ പുള്ളിക്കാരൻ ട്രൈ ചെയ്ത് തുടങ്ങി. ഒന്നെങ്കിൽ ആശാന നെഞ്ചത്തിലേക്ക് കളരയ്ക്ക് പറഞ്ഞു. September 1 എന്നുള്ള പുള്ളിക്കാരൻ August 31 വന്നിട്ട് വിഷ് ചെയ്തു. അപ്പോഴും ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു റിമൈൻഡർ ഇട്ട് വെച്ചോ 1 12 മണിക്ക്. അപ്പൊ നിങ്ങൾക്ക് റിമൈൻഡർ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വന്നിട്ട് തന്നെ വിഷ് ചെയ്യാലോ എന്നുള്ളത്. അത് ആ അടി അങ്ങനെയാണ് റിസോൾവ് ചെയ്തത്. അടി ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നില്ല, അടി ഉണ്ടാവാറുണ്ട്, നല്ല അടി ഉണ്ടാവാറുണ്ട്. ബട്ട് ആ അടികൾ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? സ്ട്രെങ്തൻ ചെയ്യാറുണ്ട്. കാരണം അത് നല്ല രീതിക്ക് റിസോൾവ് ചെയ്യുമ്പോൾ അവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരാറുണ്ട്. അങ്ങനെ ആയിരിക്കണം. ആർഗ്യുമെന്റ്സ് ആർ ഗുഡ്, ബട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ മുന്നിൽ നിന്നാണ് അടി കൂടുന്നതെങ്കിൽ കുറച്ച് നിയന്ത്രണം ആവശ്യമാണ്. പിന്നെ നിങ്ങൾ മക്കളെ മുന്നിൽ നിന്നും ആർഗ്യുമെന്റ്സ് ഉണ്ടാക്കുന്നതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ അടി മാത്രം കാണിക്കരുത്, നിങ്ങളുടെ പ്രണയം കൂടി നിങ്ങളെ മക്കളെ കാണിക്കണം. അതായത് എന്റെ അച്ഛനും അമ്മയും അടി കൂടും, അതുപോലെ തന്നെ അവർ ഇഷ്ടമാണ്. അപ്പൊ രണ്ടും കാണുന്ന സമയത്ത് ഇതാണ് ദാമ്പത്യം,
അപ്പൊ എന്റെ മോന് ഞങ്ങള് വണ്ടിയിൽ പോകുമ്പോഴൊക്കെ ചില ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിൽ വണ്ടിയിൽ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ പറ്റി സംസാരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ചിലപ്പോൾ ഞാൻ മിണ്ടൂല കേട്ടോ, ഞാൻ പൊതുവേ മിണ്ടൂല. ഞാൻ പുള്ളിക്കാരനാണ് ദേഷ്യം പിടിച്ചിരിക്കുന്നത്, ഒട്ടും മിണ്ടൂല. അപ്പം ഹസ്ബൻഡ് സൈനോ ഇത് കേട്ടോ, ഉമ്മ ഇങ്ങനെ ചെയ്തില്ലേ, അല്ലെങ്കിൽ പാപ്പച്ചി അറിയാണ്ട് ചെയ്തു പോയതാണ്, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കും അവനോട്. ഓരോ ദിവസം അവൻ എന്റെ ഉമ്മാട് പോയിട്ട് പറഞ്ഞു, ഞാൻ ഇനി അവരെ കൂടെ കാറിൽ പോലെ അവർ രണ്ടാളും വണ്ടിയിൽ ഇരുന്നാല് അവര് ഓക്കെ അല്ലെങ്കിൽ അവർ രണ്ടുപേരും വണ്ടിയിൽ ഇരുന്ന് ഒരാൾ മിണ്ടൂല, ഒരാൾ വെറുതെ മിണ്ടിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇതെന്റെ ഉമ്മ എന്നോട് പറഞ്ഞു, സൈന ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അവരെ വലിച്ചെടുത്തിട്ട് പറഞ്ഞു, സൈനു ഞങ്ങൾ കപ്പിൾസ് ആണ്, ഞങ്ങൾക്ക് ഒരുപാട് കാര്യത്തില് ആർഗ്യുമെന്റോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, ഞങ്ങൾ സ്നേഹിക്കുന്നു നീ കണ്ടിട്ടില്ലേ, ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ ഇടയിൽ അടിയുണ്ടാവും. ഇതാണ് മാരീഡ് ലൈഫ്. അല്ലാണ്ട് എപ്പോഴും ചക്കര തേരെ പാല് പറഞ്ഞ് എനിക്ക് നല്ല ഫാമിലി ലൈഫ്. വി ഫൈറ്റ്, വി ഫിക്സ്, വി ലവ്. ഇതാണ് ലൈഫ്. ഇത് നമ്മൾ മക്കളെയും കൂടെ പരിചയപ്പെടുത്തി കൊടുക്കണം. എന്നാൽ മാത്രമാണ് മക്കൾക്ക് ദാമ്പത്യം. പല കുട്ടികളും കല്യാണം കഴിക്കാൻ റെഡി ആവാത്ത എന്താ അവർ വിചാരിക്കും അടി മാത്രമാണ് ലൈഫ് എന്നുള്ളത്. സോ കോൺഫ്ലിക്റ്റ് ഇസ് നോർമൽ ആൻഡ് ക്യാൻ സ്ട്രെങ്തൻ റിലേഷൻഷിപ്പ് ആൻഡ് വെൽ ഹാൻഡിൽ. ഒരു ദാമ്പത്യ ജീവിതമാണ്. നമ്മൾ ചുമ്മാ പറയും ചട്ടികലോമ തട്ടിമുട്ടിയിരിക്കും അവിടെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ, നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? റിലേഷൻഷിപ്പ് വീണ്ടും സ്ട്രോങ് ആക്കാൻ പറ്റും. എന്തിനാണോ അടി കൂടിയത്, എന്താണോ ആർഗ്യുമെന്റ് ഉണ്ടായത്, അത് ഫിക്സ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഡിസഗ്രിമെന്റ് ഹെൽപ്പ് പാർട്ട്നേഴ്സ് അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ ബെറ്റർ. കണ്ടോ, ഡിസഗ്രിമെന്റ്സ് ആണ് നമുക്ക് അങ്ങോട്ട് കണ്ടു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മനസ്സിലായി ഇപ്പം പുള്ളിക്കാരൻ അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ട് ഒന്നും അറിയില്ല. സോ ലെറ്റ് ഹിം ട്രൈ ഹിംസെൽഫ്. ബട്ട് ഞാൻ പറയില്ല എനിക്ക് ഇഷ്ടമാണ് അതെന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ കാട്ടിക്കൂട്ടും. ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുമുണ്ട്. ഒരു ബർത്ത്ഡേക്ക് എന്നിട്ട് ₹1 മെഴുകുതിരി വെള്ള മെഴുകുതിരി അതൊക്കെ മേടിച്ച് കത്തിച്ച് എന്നെ കേക്കൊക്കെ മുറിപ്പിച്ചു. ഐ വാസ് റിയലി എന്താ പറയാ സർപ്രൈസ്ഡ് ആൻഡ് ഹാപ്പി. അത്ര എഫേർട്ട് ആൾ എടുക്കുന്നുണ്ടോ എന്നല്ല. കണ്ടോ, അങ്ങനെ ആവുന്ന സമയത്ത് ഡിസഗ്രിമെന്റ്സ് എന്താക്കും, നമുക്ക് ഈച്ച് അതറിനെ ഒരു ബെറ്റർ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ചില കാര്യങ്ങളാണെങ്കിൽ ഇപ്പൊ ഞാൻ വേറെ ഒരു അടി ഉണ്ടാവുന്ന കാര്യം പറയാം. മൈ ഹസ്ബൻഡ് ഇസ് വെരി ഇൻട്രോവേർട്ട്. ഒരാളുടെ അടുത്ത് പോയിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അതായത് ഇൻട്രോവേർട്സിൽ പെട്ടെന്ന് ഒരാളുടെ അടുത്ത് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്റെ ഫാമിലിയിലൊക്കെ വരൂല, വന്നാൽ തന്നെ ആരോടും മിണ്ടത്തില്ല. അങ്ങനെ പുതിയ ഒരാളോട് സംസാരിക്കും. ഇതാണ് വലിയ ഫാമിലിയാണ്, അപ്പം ബുദ്ധിമുട്ടാണ്. അപ്പൊ എല്ലാരും പറയും ജാടയാണെന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ വിഷമായിരുന്നേ. അപ്പൊ പിന്നീട് സൈക്കോളജി പഠിച്ചപ്പോ എനിക്ക് മനസ്സിലായി, ഹീസ് ആൻ ഇൻട്രോവേർട്ട്, ഹി കനോട്ട് ഇന്ററാക്ട് ലൈക്ക് ഐ ഇന്ററാക്ട്. ഞാൻ എന്റെ ഹസ്ബൻഡ് കളിയാക്കി പറയും, അവൾ തൂണിനോട് തുരുമ്പിനോട് സംസാരിക്കുന്നു. എനിക്ക് ആരെ കിട്ടിയാലും സംസാരിക്കാം. ഒരു പുതിയ ആളെ കിട്ടിയാലും ഞാൻ മാധുരാതെ സംസാരിക്കും. പക്ഷേ ഹസ്ബൻഡ് ക്ലോസ് സർക്കിളുള്ള ആളുകളോട് മാത്രമേ സംസാരിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫാമിലി ഫംഗ്ഷൻസിൽ വരാൻ ഭയങ്കര മടിയാണ്. അപ്പൊ അത് ഞാൻ മനസ്സിലാക്കിയ ശേഷം ഞാൻ എന്താ ചെയ്യലെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ പറയും നിങ്ങൾ വന്ന് ഫുഡ് കഴിച്ച് പൊയ്ക്കോളൂ, അവിടെ നിൽക്കേ വേണ്ട, പൊയ്ക്കോളൂ എന്ന് പറയും. അപ്പൊ എന്തായി, ഞാൻ പറയും പുള്ളിക്കാരൻ എന്തോ തിരക്കുണ്ട്, ബിസിനസ് എന്തോ തിരക്കുണ്ട്. അപ്പൊ വന്നൂന്നായി ഭക്ഷണം കഴിച്ചത് ഞാൻ അവിടെ സ്പെൻഡ് ചെയ്യുന്ന ടൈം ആൾക്ക് വേറെ സംസാരിക്കാനൊന്നും ഉണ്ടാവില്ല. അതാണ് ഡിസഗ്രിമെന്റ്സ് എന്തെങ്കിലും നമുക്ക് ഈച്ച് അതറിന് മനസ്സിലാക്കാൻ. ഇപ്പൊ പുള്ളിക്കാരന്റെ ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കുടുംബത്തിലെ കല്യാണത്തിലോ ഞാൻ എല്ലാവരോടും മിണ്ടുമല്ലോ, നിങ്ങൾ എന്താ എന്റെ കുടുംബത്തിൽ കല്യാണം വന്നാൽ. സൈക്കോളജി പഠിച്ചപ്പോഴാണ്. ഞാൻ എക്സ്ട്രീം എക്സ്ട്രോവേർട്ട് ആണ്, പുള്ളിക്കാരൻ എക്സ്ട്രീം ഇൻട്രോവേർട്ട് ആണ്. പുള്ളിക്കാരൻ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അതാണ് ഡിസഗ്രിമെന്റ്സ് ഹെൽപ്പ് പാർട്ട്നേഴ്സ് അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ ബെറ്റർ. ഇപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മോഡിഫൈ ചെയ്തിട്ട് വരുന്നുണ്ട്. ഇപ്പം ഞാനൊരു പബ്ലിക് ഫംഗ്ഷനൊക്കെ പോയ ആളെ എല്ലാവരോടും ജസ്റ്റ് ഒന്ന് ചിരിച്ചൊരു ഹായ് പറയും, അവിടെ വരെ എത്തി. അല്ലാതെ ആൾക്ക് ഞാൻ സംസാരിക്കുന്ന പോലെ ഒരിക്കലും സംസാരിക്കാൻ പറ്റത്തില്ല. നോക്കിയേ അടുത്ത ലൈൻ നോക്കിയേ, ദ കീ ഈസ് ഹൗ കപ്പിൾസ് റിസോൾവ് കോൺഫ്ലിക്ട് ത്രൂ റെസ്പെക്ട്, ആക്റ്റീവ് ലിസണിങ് ആൻഡ് കോംപ്രമൈസ്. കണ്ടോ, എങ്ങനെ നമുക്ക് കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാം? റെസ്പെക്ട് ചെയ്യണം. ഞാനിപ്പം അദ്ദേഹം എന്ന വ്യക്തി ഇൻട്രോവേർട്ട് ആണ്, അദ്ദേഹത്തിന് അങ്ങനെ പറ്റത്തില്ല, റെസ്പെക്ട് ചെയ്യുന്നു. ആക്റ്റീവ് ലിസണിങ് വേണം, കോംപ്രമൈസ്. അതുപോലെ ഉണ്ടായിട്ടുള്ള ഒരു അടി ഇതൊക്കെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഇന്നത്തെ കേസൊക്കെ പറയുന്നത്. ഇപ്പം ഞാൻ നന്നായിട്ട് ഡ്രസ്സപ്പ് ചെയ്യും. ഞാൻ പറയും, ഞാൻ തമിഴ്നാട് പാണ്ടിലോറി പോലെയാണ്. ഞാനൊരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് മേക്കപ്പ് ചെയ്ത്, എന്റെ സ്റ്റാറ്റസ് ഒക്കെ കാണുന്നവർക്കറിയാം, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഒരുങ്ങിയിട്ടാണ്. എനിക്കത് ഇഷ്ടമാണ്. I love to wear jewels, I love to put makeup, I love to dress up. അത് എൻ്റെ ഒരു ട്രൈറ്റ് ആണ്, ഒരു ഹിസ്ട്രിയോണിക് ട്രൈറ്റ് എന്നൊക്കെ പറയും. എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാൻ. ക്ലിനിക്കിൽ വരുമ്പോഴൊന്നും അല്ല കേട്ടോ, ഡെയിലി ലൈഫിലല്ല കേട്ടോ. ഡെയിലി ലൈഫിൽ ഞാൻ ഇങ്ങനെയാണ്. എത്രത്തോളം സിമ്പിൾ ആകാൻ പറ്റും, എന്റെ പ്രൊഫഷണലി സിമ്പിൾ കീപ്പ് ചെയ്യണം. നമ്മൾ ഒരുപാട് മേക്കപ്പ് ഇടാനോ ഒരുപാട് ആർഭാടങ്ങളുള്ള ഡ്രസ്സ് ഇടാനോ ഈ സീറ്റ് ഇരിക്കുമ്പോൾ പറ്റൂല. ബട്ട് കല്യാണങ്ങൾക്കൊക്കെ. പക്ഷെ എന്റെ ഹസ്ബൻഡും എന്റെ ആൺകുട്ടികളും ഭയങ്കര മിനിമലാ. അപ്പം അവര് കല്യാണത്തിന് വരെ അവർ ഒരു
ആകെ 4-5 കളർ ടീഷർട്ടേ വർക്കുള്ളൂ. ഈ ടീഷർട്ട് ഇട്ട് ഒരു കല്യാണത്തിന് വരെ വരും. മരിച്ച വീട്ടിലും പോകും, കല്യാണത്തിനും പോകും, മാർക്കറ്റിലൊക്കെ ടീഷർട്ട്സ് ഇട്ട് പോകും. ഭയങ്കര ചില സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഡ്രസ്സപ്പ് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരാൾ മിനിമലിന്റെ അങ്ങേയറ്റത്തും ഒരാൾ മാക്സിമത്തിന് അങ്ങേയറ്റത്തായിരുന്നു. എനിക്ക് ആളുകളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ എനിക്കത് ബുദ്ധിമുട്ടായിട്ട് ഉണ്ടായിരുന്നത്. ഇവിടുത്തെ ഇനോഗ്രേഷൻ, ഫസ്റ്റ് ഇനോഗ്രേഷൻ സമയത്ത് ഞാൻ സാരിയെ കൊടുത്ത് നല്ല ഗെറ്റപ്പിൽ നിൽക്കുകയാണ്. പുള്ളിക്കാരൻ ഒരു നരച്ച ടീഷർട്ട് ഇട്ട് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചത്, എന്താ നാഫ്കങ്ങൾ ഈ ടീഷർട്ട് ഇട്ട് നിൽക്കുക, നിങ്ങൾ ഇതിട്ടിട്ടാണോ ഇനോഗ്രേഷന് വരുന്നതൊക്കെ? അപ്പൊ പുള്ളിക്കാരൻ ബെഡിൽ നിന്ന്, അപ്പൊ ഞാൻ എപ്പോഴെങ്കിലും നിന്റെ ഡ്രസ്സിങ്ങിനെ പറ്റിയിട്ട് എന്തെങ്കിലും കമന്റ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നീ ഇന്നത് ഇടണം, ഇന്നത് ഇടരുത് എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞാൻ ചില ആഗ്രഹങ്ങൾ പറയാണെങ്കിൽ എനിക്ക് സാരി എടുക്കുന്ന ഇഷ്ടമാണ്, അല്ലെങ്കിൽ ആ കളർ എനിക്ക് ചേരുന്നില്ല കേട്ടോ, എനിക്കത് ഓക്കെ ആയിട്ടില്ല, ഇങ്ങനെ സജഷൻസ് പറയാറുണ്ട്. ഞാൻ എന്റെ ഡ്രസ്സിങ്ങിൽ എപ്പോഴെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ, പിന്നെ നീ എന്തിനാ എന്റെ ഡ്രസ്സിങ് കാര്യത്തിൽ ഇടപെടുന്നത്? അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, ശരിയാണല്ലോ, അത് അയാളുടെ കംഫർട്ട് അല്ലേ, അതിൽ ഞാൻ പോയിട്ട് എന്ത് ചെയ്യാനാണ് എന്നുള്ള കാര്യം. അതേ നരച്ച ടീഷർട്ട് ഇട്ടിട്ട് തന്നെയാണ് ആളിവിടെ ഫസ്റ്റ് ഇനോഗ്രേഷൻ കൂടിയത്. അപ്പോ അത് ഇറ്റ് വാസ് ലൈക്ക് ഒരു റിയലൈസേഷൻ ആണ്. പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ പുള്ളിക്കാരന്റെ ഡ്രസ്സിങ് സ്റ്റൈലിനെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ പുള്ളിക്കാരന്റെ സിസ്റ്ററിന്റെ കല്യാണം വന്നപ്പോൾ ഞാൻ കോഷ്യസ് ആയി. കാരണം ഈ പറഞ്ഞ ഡ്രസ്സ് ഇട്ട് വന്ന പുള്ളിക്കാരനാണ് മുന്നിൽ നിൽക്കേണ്ട ആള്. അപ്പൊ ഞാൻ ഒരു കുരുട്ടുബുദ്ധി എടുത്തു. ഞാൻ എന്ത് ചെയ്തു, എന്റെ ഡ്രസ്സിന്റെ കളറിന് മാച്ച് ആയിട്ടുള്ള എല്ലാ ഡ്രസ്സുകളും പുള്ളിക്കാരനെ എടുത്തിട്ട് ഞാൻ ഗിഫ്റ്റ് എടുത്തു. ഞങ്ങളുടെ ആനിവേഴ്സറി ആയിരുന്നു, ഗിഫ്റ്റ് കൊടുത്തു. അതിനെ കൊണ്ട് എന്തായി, കല്യാണത്തിന് ആ ഡ്രസ്സസ് ആയിരുന്നു പുള്ളിക്കാരൻ ഇട്ടുകൊണ്ട് വന്നത്. അപ്പൊ എന്തായി, ഇലക്കും കേടില്ല ഉള്ളിലും കേടില്ല. ഞാൻ ഗിഫ്റ്റ് കൊടുത്തു, എല്ലാ ദിവസത്തെ ഡ്രസ്സും ഞാൻ ഗിഫ്റ്റ് കൊടുത്തു. അപ്പൊ പുള്ളിക്കാരൻ എനിക്ക് മാച്ച് ചെയ്ത് ഇട്ടിട്ട് ആ കല്യാണം അങ്ങനെ കൂടി. ഇതാണ് നമുക്ക് വേണ്ടത്, റെസ്പെക്ട്, കോംപ്രമൈസ്. അപ്പം ഞാൻ ഗിഫ്റ്റ് ചെയ്തപ്പോൾ പുള്ളിക്കാരൻ കോംപ്രമൈസ് ചെയ്തു, ആ ദിവസത്തിലൊക്കെ ഉള്ള ഡ്രസ്സ് എടുത്തു. പക്ഷെ ചില കാര്യങ്ങൾ അങ്ങനെയാകുമ്പോൾ ഭയങ്കര മാറ്റങ്ങൾ വരും കേട്ടോ. രണ്ടാമത്തെ ഇനോഗ്രേഷന്റെ സമയത്ത് എന്റെ സാരിയുടെ കറക്റ്റ് കളർ മാച്ചാക്കി ഞാൻ എടുത്തു കൊടുത്തിട്ടേ ഇല്ല. ഞാൻ അത്ഭുതപ്പെട്ടു, എന്റെ കണ്ണൊക്കെ നിറഞ്ഞു. സെക്കൻഡ് ഇതിന് വന്ന സമയത്ത് എന്റെ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള പാൻസും ഷർട്ടും ഇട്ടിട്ടാണ് ആള് വന്നത് ഇവിടുത്തെ ഇനോഗ്രേഷന്. അതാണ് കോംപ്രമൈസ്. കണ്ടോ, അവിടെ നമ്മൾ ആ കോൺഫ്ലിക്റ്റ് നല്ല രീതിയിലാണ് റിസോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ ഇപ്പൊ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മക്കളുടേതായി കഴിഞ്ഞാലും ഡ്രസ്സിംഗ് ഒക്കെ അവരുടെ ഇഷ്ടമാണ്, നമ്മുടെ ഇഷ്ടത്തിൽ ഒരുക്കി കിട്ടി നടക്കേണ്ട ആൾക്കാരല്ല. ഇത് പലപ്പോഴും ജെന്റ്സിന്റെ കാര്യത്തിലല്ല കേട്ടോ, ലേഡീസിന്റെ കാര്യത്തിലാണ് പല ആളുകളും അവരുടെ ഡ്രസ്സിംഗ് സ്റ്റൈല് ഭാര്യമാരുടെ മേലെ അടിച്ചേൽപ്പിക്കാറൊക്കെ ഉണ്ട്. അപ്പം തുറന്ന് പറയാം, നിങ്ങൾ ഏതിലാണ് കംഫർട്ട്. മറ്റാളിഷ്ടം, നമ്മുടെ കംഫർട്ടും നമ്മുടെ ഇഷ്ടമാണ് കൂടുതൽ മാനിക്കേണ്ടത്. അപ്പം ഇങ്ങനത്തെ കാര്യം ഒരു നല്ല രീതിയിൽ റിസോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്പ് സ്ട്രെങ്ത് ചെയ്യിപ്പിക്കാം. സോ എങ്ങനെയാണ് കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യേണ്ടത്? റെസ്പെക്ട്, ആക്റ്റീവ് ലിസണിങ്, കോംപ്രമൈസ്. ഇത് മൂന്നും വേണം. ബട്ട് നമുക്ക് ഫൈറ്റ് ചെയ്യാം. അത് നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്താൽ. എനിക്ക് കാണാൻ വയ്യ ആരുടെ ഓൺ ആയിട്ടുണ്ട്, കിടക്കട്ടെ. ഇനി അടുത്തതാണ് മാരേജ് മീൻസ് ലൂസിങ് ഫ്രീഡം. ഇക്കാര്യത്തിൽ നമ്മൾ പെണ്ണുങ്ങൾ നല്ല പണി കൊടുക്കാറുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഒന്നാലോചിക്കെ, ഒരിക്കലും കല്യാണം കൊണ്ട് ഫ്രീഡം നഷ്ടപ്പെടരുത് ആരുടെയും. അവിടെ ഹെൽത്തി മാരേജ് എങ്ങനെയാണ് ഹെൽത്തി മാരേജ് ആണോ നോക്കാന്ന് വെച്ചാൽ, രണ്ടാളും ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹെൽത്തി മാരേജ് ആണ്. ഇമോഷണലിയും മെന്റലിയും എന്താ പറയുക, ഒക്കേഷണലിയും ഒക്യുപ്പേഷണലിയും ഒക്കെ നിങ്ങൾ വളരുന്നുണ്ടെങ്കിൽ രണ്ടുപേരും, ഒരാളെന്നല്ല രണ്ടുപേരും. ഞാൻ എപ്പോഴും അഭിമാനത്തോടു കൂടി തന്നെയാണ് പറയുന്നത്, ഞാൻ ഈ പൊസിഷനിൽ ഇരിക്കാൻ കാരണം മൈ ഹസ്ബൻഡ് സപ്പോർട്ടഡ് മീ എ ലോട്ട്. സ്റ്റിൽ ഇറ്റ് കണ്ടിന്യൂസ്. അതൊരു വലിയ കാര്യമാണ്. തുടക്കകാലത്ത് അദ്ദേഹത്തിന്റെ കരിയർ ബിൽഡ് ചെയ്യുമ്പോൾ ഞാനും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അബ്രോഡ് ആയിരുന്നു, ഞാൻ ഇവിടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് എനിക്കൊരു കരിയർ ഗ്രോ ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തിട്ട് ആ ഒരു സപ്പോർട്ട് സിസ്റ്റം നമുക്ക് കിട്ടിയേ മതിയാവും. അവിടെയാണ്. അല്ലാണ്ട് പേഴ്സണൽ ഫ്രീഡം, അതായത് 10 മണിക്ക് എന്റെ വീട്ടിൽ കയറണം, അങ്ങനെ. ഐ മീൻ ജെന്റ്സിന് ഇപ്പൊ മാം കല്യാണം കഴിയുന്നതിന് മുന്നേ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞാൽ ഒരു 10:30 ഒരു ബാഡ്മിന്റൺ കളിക്കാൻ അപ്പോഴാണ് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇവള് വന്നതിന് ശേഷം അതിന് സമ്മതിക്കാറില്ല, ഇവള് പോവാൻ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, ആള് പോയിക്കോട്ടെ, പക്ഷെ അതേ സമയം നിങ്ങൾ ഭാര്യക്കൂടി സമയം കണ്ടെത്തണം. ഭാര്യക്കും കൂടി സമയം കണ്ടെത്താതാവുമ്പോഴാണ് ഈ 10 മണിന്റെ ബാഡ്മിന്റൺ ആൾക്ക് പ്രശ്നമായിട്ട് വരുന്നത്. സോ a healthy marriage allows individual grow along with the partnership. ഒരു നല്ല പാർട്ട്ണർഷിപ്പിൽ രണ്ടുപേരും വളരുന്നുണ്ടെങ്കിൽ അതാണ് ഹെൽത്തി മാരേജ്. അല്ലാതെ ഒരിക്കലും പേഴ്സണൽ ഫ്രീഡം കല്യാണത്തോടെ തീരുന്നില്ല. പാർട്ട്ണർഷിപ്പ് സപ്പോർട്ട് ഈച്ച് അതേഴ്സ് ഡ്രീം, കരിയർ ആൻഡ് പേഴ്സണൽ ഇൻട്രസ്റ്റ്. പലപ്പോഴും മാതൃത്വമാണ് നമുക്കൊക്കെ വില്ലനായിട്ട് വരാറുള്ളത്. കാരണം കുട്ടി എപ്പോഴും അമ്മയുടെ
റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് സമൂഹം കാണുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. അമ്മയുടെ മാത്രമല്ല അച്ഛൻ്റെയും കൂടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഒരിക്കലും ഒരു അമ്മയായതുകൊണ്ടോ ഒരു ഭാര്യ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഭർത്താവ് ആയതുകൊണ്ടോ അച്ഛനായതുകൊണ്ടോ അവരുടെ ഡ്രീംസ് ഇല്ലാതാവരുത്, കരിയർ നശിക്കരുത്, പേഴ്സണൽ ഇൻട്രസ്റ്റ്. ചില അമ്മമാരെ പറയും ഞാൻ ഇവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ ജോലി ഉപേക്ഷിച്ചത്. എന്തിന് ഇതിന് മക്കളെ പിന്നെ മക്കളെ വലിയതാകുമ്പോ മക്കളെ ഇങ്ങനെ ടോർച്ചർ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജോലി ഉപേക്ഷിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ മാം ഈ അടുത്ത് ഒരു സൂയിസൈഡ് ഉണ്ടായിരുന്നു. ഒരു പബ്ലിക് ഫിഗർ ആയിരുന്നു ആള്. ഒരു കഥകളി കലാകാരനും അങ്ങനെയുള്ള ഒരു തൃശ്ശൂർ സൈഡിലെ ഒരു പ്രശസ്തനായ ഒരു അധ്യാപകനായിരുന്നു, ചെറിയ പ്രായക്കാരൻ. അദ്ദേഹം ഈ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് സൂയിസൈഡ് ചെയ്തതെന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഫ്രീഡം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു ഒറ്റ കാരണം. അതായത് ഫാമിലി ടൈം കിട്ടുന്നില്ല എന്നുള്ള പരാതി കൊണ്ട് അദ്ദേഹത്തിന്. ഒന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു ഡാൻസ് പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ ചിലക കണ്ടിട്ട് പോലില്ല മാം കല്യാണത്തിന് ശേഷം. അപ്പോ നിങ്ങളുടെ ഡ്രീംസും കരിയേഴ്സും പേഴ്സണൽ ഇൻട്രസ്റ്റ് ഒക്കെ കെട്ടാൻ വരുമ്പോഴേ ഇങ്ങ് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ തുറന്ന് പറയണം. കാരണം അതൊക്കെ നമ്മൾ അടക്കി ഒതുക്കുന്നതിനനുസരിച്ച് നമുക്ക് മെന്റൽ സ്ട്രെസ് വരും. അപ്പം അത്രയും ആഗ്രഹിച്ച് നൃത്തം പഠിച്ച ഒരാൾക്ക് ചിലക്ക് ഉപേക്ഷിക്കേണ്ടി വരികയാണ് കല്യാണ ശേഷം, അല്ലേ? നമ്മളെ ഡ്രീംസോ കരിയറോ പേഴ്സണൽ ഇൻട്രസ്റ്റിനോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് വേണം. എന്നാൽ മാത്രമാണ് അതങ്ങോട്ട് നല്ല രീതിക്ക് സ്മൂത്ത് ആയിട്ട് പോവുക. A strong marriage is based on mutual respect and trust, not control. കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോളിംഗിൽ എല്ലാം ഒരു സ്ട്രോങ് മാരേജ് മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ്. അതില് ട്രസ്റ്റ് വേണം, ഒരിക്കലും കൺട്രോളിങ് പാടില്ല. അപ്പൊ മാത്രമേ നമുക്ക് വളരാൻ പറ്റുള്ളൂ. പല കേസിലും ഇവിടെ വരുന്ന സമയത്ത് ഭാര്യമാരൊക്കെ ഫാമിലി ഇഷ്യൂസ് ആയിട്ടായിരിക്കും വരുന്നിട്ടുണ്ടാവുക. ഈ ഭാര്യക്ക് ഒന്നും ചെയ്യാനില്ല. ചില നല്ല കഴിവുള്ള ആൾക്കാരായിരിക്കും വെറുതെ അടുക്കളയിൽ കുത്തി ഇരുന്നിട്ട് ആ അടുക്കള പണി മാത്രം ചെയ്തിട്ട് ജീവിക്കാണ്. അത് മക്കളെയും നോക്കിയിട്ട് ഒരു പരിധി എത്തുമ്പോൾ അത് ഭയങ്കര, ചില ആളുകൾക്ക് ഹോം മേക്കിംഗ് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പൊ എന്റെ മദറിന്റെ കേസിൽ എന്റെ മദറിന്റെ ജോലിക്ക് കിട്ടണം പുള്ളിക്കാരി പോവില്ല. ഷീ ഈസ് വെരി ഹാപ്പി വിത്ത് ഹോം മേക്കിംഗ്. അങ്ങനെയുള്ളവരുണ്ട്. അവരെല്ലട്ടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. വളരെ അംബീഷ്യസ് ആയിട്ടുള്ള പഠിച്ച് എവിടെയെങ്കിലും എത്തണം, എന്തെങ്കിലും ജോലി മേടിക്കണം, അല്ലെങ്കിൽ ഓൾറെഡി ജോലിയുള്ള പഠിച്ച് എവിടെയെങ്കിലൊക്കെ എത്തിയ ആൾക്കാരെ പിടിച്ച് ഞാൻ കളിച്ചിടും. അപ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ ഒരു സ്ട്രോങ് മാരേജ് എപ്പോഴും മ്യൂച്വൽ റെസ്പെക്ട് വേണം, ട്രസ്റ്റ് വേണം. അവിടെ കൺട്രോൾ അല്ല ആവശ്യം. അപ്പൊ മാരേജ് കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, പേഴ്സണൽ ഫ്രീഡം നശിക്കുമെന്ന് പറഞ്ഞ മിത്താണ്. ഒരിക്കലും മറ്റൊരാൾക്ക് അപ്പുറത്തെ ആളെ കൺട്രോൾ ചെയ്യാനുള്ള യാതൊരു റൈറ്റും ഇല്ല. ഓക്കെ ആണോ? ഓക്കെ ആണോ? വെരി ഗുഡ്. ഇനി ലവ് ഇസ് ഇനഫ് ടു സസ്റ്റെയിൻ മാരേജ്. കുറെ ഇഷ്ടമുണ്ടെങ്കിൽ കല്യാണം അടിപൊളി ആയിക്കോളൂ. ഇഷ്ടം മാത്രം ഉണ്ടാക്കി യാതൊരു കാര്യമില്ല. എഫേർട്ടാണ് വേണ്ടത്. അപ്പൊ ഈ അടുത്ത് ഞാനൊരു പയ്യന്റെയും പെൺകുട്ടിയുടെയും ഇന്റർവ്യൂ ആണ്. ഇവരൊക്കെ എന്തിനാ ഇന്റർവ്യൂ ചെയ്തത് ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ക്ലിപ്സ് ആണ്, എനിക്ക് ഫുൾ ഇന്റർവ്യൂ കാണാനുള്ള ശക്തി ഉണ്ടായിട്ടില്ല. പല്ല് കാണിക്കാത്തൊരു പെൺകുട്ടി, പല്ല് കാണിക്കാതെ പെൺകുട്ടി, അങ്ങനെയാണ് ഹിറ്റ് ആയത്. ഇവര് കള്ളുടിക്കുന്നതും പൂള് വെക്കുന്നതും ഒക്കെ കാണിക്കാറുണ്ട്. അപ്പൊ പുള്ളിക്കാരി അറിയാണ്, ചേട്ടൻ പറഞ്ഞല്ലോ സ്നേഹം മാത്രം മതി ജീവിക്കാനെന്ന്. ഞാൻ പറഞ്ഞ സ്നേഹം ഉരുട്ടി വിഴിഞ്ഞ വയറ് നിൽക്കത്തില്ല. അപ്പൊ ഈ കല്യാണം കഴിച്ച ചില ആളുകളുടെ തെറ്റിദ്ധാരണയാണ് സ്നേഹം മാത്രം മതി, അങ്ങോട്ട് ഉഷാറായി പോയപ്പോൾ ഡോണ്ട് വർക്ക്, നടക്കാൻ പോണില്ല. അപ്പൊ ലവ് മാത്രം പോരാ, എഫേർട്ട് വേണം. Love is important, but a lasting marriage also requires commitment വേണം, മ്യൂച്വൽ റെസ്പെക്ട് വേണം, ഷെയർഡ് വാല്യൂസ്. ഈ ഷെയർഡ് വാല്യൂസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, എനിക്ക് കുറച്ച് വാല്യൂസ് ഉണ്ടായിരിക്കും, അതിനപ്പുറത്തെ ആളും എന്ത് ചെയ്യണം, റെസ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ ആ വാല്യൂ രണ്ടുപേർക്കും ഉണ്ടായിരിക്കണം. ഇപ്പം എന്റെ കുറെ വാല്യൂസ് ഉണ്ട്. എനിക്ക് എന്റെ ഫാമിലി ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ. ഞാൻ ഭയങ്കര ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ ഭയങ്കര കൂട്ടുകുടുംബത്തിലാണ്. അപ്പൊ എല്ലാവരോടും എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. സോ എനിക്കിപ്പം അവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്, പോകണം, അല്ലെങ്കിൽ എനിക്ക് എന്റെ ഫാമിലിനെ അന്നേരം സപ്പോർട്ട് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ എന്റെ വാല്യൂവിനെ അപ്പുറത്താളും വാല്യൂ ചെയ്യണം. അതാണ് ഷെയർഡ് വാല്യൂസ്. മതപരമായിക്കോട്ടെ രാഷ്ട്രീയപരമായിക്കോട്ടെ ഷെയർഡ് വാല്യൂസ് ഉണ്ടായിരിക്കുന്നതാണ്. ഞാൻ എപ്പോഴും പറഞ്ഞ കല്യാണം കഴിക്കണമെങ്കിൽ ഈ വാല്യൂസ് ഒക്കെ ഷെയർ ചെയ്ത ആൾക്കാർ. ഇപ്പൊ മതപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ അടുത്തൊരു കേസ് വന്നു. ഭാര്യ ഭയങ്കര സുന്നി വിശ്വാസിയാണ്, ഭർത്താവ് ഭയങ്കര മുജാഹിദ് വിശ്വാസി. ഇവര്
എപ്പോഴും ഇത് പറഞ്ഞിട്ട് അടി. രണ്ടാള് രണ്ടല്ല. ഞാൻ നിങ്ങൾ എന്തിനാ ഇത് രണ്ടായിട്ട് കല്യാണം കഴിക്കാതെ എന്ന് ചോദിക്കേണ്ടി വന്നു. കാരണം ഈ മുസ്ലിംസിലുള്ള രണ്ട് വിഭാഗം, സുന്നി മുജാഹിദ് എന്ന് പറയുന്നത് രണ്ടുപേരുടെയും റിച്വൽസ് കൾച്ചേഴ്സ് ഒക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ അപ്പുറത്തെ അയാൾ ചെയ്തോട്ടെ, ഞാൻ എന്റേത് ചെയ്യാ എന്ന് വിചാരിക്കാതെ നീ ചെയ്യുന്നത് തെറ്റാണ്, നിങ്ങൾ ചെയ്യുന്നത് അടിയാവും. അവിടെ കമ്മിറ്റ്മെന്റ് വേണം, മ്യൂച്വൽ റെസ്പെക്ട് വേണം, ഷെയർഡ് വാല്യൂസ് വേണം, പിന്നെ എഫർട്ട്. ഇതാണ് മെയിൻ കാര്യം. അതായത് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ എഫേർട്ട് ഇട്ടാണ്ട് കല്യാണത്തിന് മുന്നേ ഇട്ട എഫേർട്ട് കല്യാണത്തിന് ശേഷം ഇടണം. കല്യാണത്തിന് മുന്നേ അവളെ ഞാൻ പുറത്തു കൊണ്ടുപോയിരുന്നു, അല്ലെങ്കിൽ അവളോട് സംസാരിക്കാൻ കൂടുതൽ സമയം ചെലവാക്കിയത്, കല്യാണം കഴിയുമ്പോൾ അവളുടെ അടുത്തില്ലേ, ഇനിയിപ്പോ ഞാൻ ഇതിനെ പുറത്തു കൊണ്ടുവന്ന അവളെ കാണാനല്ലേ? അല്ല, അതാണ് എഫേർട്ട്. നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇടുന്ന അത്രത്തോളം നമ്മുടെ വൈവാഹിക ജീവിതം മുന്നോട്ട് പോകും. അത് രണ്ടുപേരും ഒരുമിച്ചിടണം, ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ, ഒരുമിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ, മക്കളുടെ കാര്യത്തില് എല്ലാം ഈക്വൽ എഫേർട്ട് ഇടണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു വൈവാഹിക ജീവിതം ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് ഒരാൾ മാത്രം എഫേർട്ട് ഇടാണെങ്കിൽ മടുക്കും. ഒരാൾ മാത്രമാണെങ്കിൽ അപ്പുറത്താക്ക്. ഇന്നലെ ഞാൻ എടുത്ത കേസിൽ ആ പുള്ളിക്കാരി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യും, ഞാൻ പല പല ഡിഷസ് ഉണ്ടാക്കും, അത് കഴിക്കുന്ന ആള് അതൊരു ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം, ഞാൻ ചോദിച്ചാലും പറയുന്നത് എന്താ, കൊള്ളാവുന്നതുകൊണ്ടാണല്ലോ ഞാൻ കഴിക്കുന്നത്. ഇതാണ് റിപ്ലൈ എന്ന്. പിന്നെ പറയപ്പോ എനിക്ക് മടുപ്പാ മാം, ഞാനിപ്പോ അങ്ങനെ ഒന്നും ഉണ്ടാക്കാറില്ല. കണ്ടോ, അതിന് പകരം ഒന്ന് അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ചോളം എനിക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട് എന്റെ ഹസ്ബൻഡ് ആരെങ്കിലും അത് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആട്ടോ പ്രത്യേകിച്ച് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് പറയണം. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് മടിയുള്ള കാര്യമാണ് അപ്രിസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോ എന്റെ സാറ് ചുമ്മാ തമാശയായിട്ട് പറയും, ഭർത്താക്കന്മാരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, 10,000 രൂപയുടെ സാരി നിങ്ങൾ എടുത്തു കൊടുത്തിട്ട് കാര്യമില്ല, അതിന് എടുത്ത് വരുമ്പം അടിപൊളി ആയിട്ടുണ്ട് എന്ന് പറയണം. അതൊരു എഫേർട്ടാണ്. അപ്പോഴാണ് അപ്പുറത്തെ ആൾക്ക്, അല്ലെങ്കിൽ പിന്നെ ചേട്ടൻ എന്റെ അമ്മയ്ക്ക് സുഖമില്ലാണ്ടായപ്പോ ചേട്ടൻ വന്നല്ലോ കൂടെ, ചേട്ടൻ ഹോസ്പിറ്റലിൽ നിന്നല്ലോ, താങ്ക് യു, ചേട്ടൻ ഉണ്ടായത് കൊണ്ട്, ഇത് പറയണം. ഇതൊക്കെ എഫേർട്ടാണ്. എഫേർട്ട് ഇടണം അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ത്രൂ ഔട്ട് വേണം. ഞാൻ ഇച്ചിരി ഇട്ടില്ല ഇനി മതി, അങ്ങനെയില്ല. ത്രൂ ഔട്ട് ദ എഫേർട്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതെല്ലാ കാര്യത്തിലും വേണം. എന്താണ്? Financial planning, emotional intelligence and communication skills are just as crucial. Financial planning വളരെ ഇമ്പോർട്ടൻ്റ്. സെക്കൻഡ് അതായത് ഫിനാൻഷ്യൽ പ്ലാനിങ്, ഇതിപ്പോ ഭർത്താക്കന്മാരൊക്കെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. ഒരുമിച്ച് ഇരുന്നിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ഇപ്പം ഹസ്ബൻഡിന് തീരെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇല്ല, ഭാര്യക്ക് ഏറ്റെടുക്കാം. പ്ലാനിങ് വേണം, ഫിനാൻഷ്യലി പ്ലാനിങ് വേണം. ഇമോഷണൽ ഇന്റലിജൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചുരുക്കി എന്ന് പറയാം, നമ്മളുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാനും റെഗുലേറ്റ് ചെയ്യാനുമുള്ള കഴിവ്, അപ്പുറത്തെ ആളുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാനും റെഗുലേറ്റ് ചെയ്യാനുള്ള കഴിവ്. എനിക്കറിയാം, ഞാൻ ദേഷ്യം വന്നാൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും, അത് ഒരിക്കലും വാവിട്ട വാക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല എന്ന് ഒരു സമയം എത്തിയപ്പോൾ മനസ്സിലായി. ദേഷ്യം വിളിച്ചാൽ നമ്മളെല്ലാവരും അങ്ങനെ തന്നെ. ഞാൻ മനസ്സിലാക്കി, ദേഷ്യം വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് ചിലപ്പം എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വിളിച്ചു പറയാം. എന്റെ കാര്യം ഷൂട്ട് ചെയ്തിരിക്കാം. സോ ഞങ്ങൾ മ്യൂച്വലി എടുത്തൊരു തീരുമാനമാണ്, ഒരാൾക്ക് ദേഷ്യം പെട്ടാണ് നിൽക്കുന്നെങ്കിൽ അപ്പുറത്തെ ആള് സംസാരിക്കത്തില്ല, അപ്പുറത്തെ ആള് മ്യൂട്ടായിട്ട് നിൽക്കും. അപ്പൊ എന്താന്ന് വെച്ചാൽ അപ്പുറത്തെ ആൾ സംസാരിച്ച് കുറെ കഴിയുന്ന സമയത്ത് ബാക്കി പറയുമ്പം കുറച്ചുകൂടി ക്ലിയർ ആവാറുണ്ട്. ഇതാണ് ഇമോഷണൽ ഇന്റലിജൻസ്. എനിക്കറിയാം, ഞാൻ ദേഷ്യം വിളിച്ചാൽ എനിക്ക് എന്തൊക്കെയാണ്. അത് ഇമോഷണൽ ഇന്റലിജൻസാ. ഞാൻ അന്നേരം മിണ്ടൂല, അന്നേരം ഞാൻ എന്തെങ്കിലും പണിയെടുക്കും. ഇപ്പം നമ്മളെന്തെങ്കിലും അഭിപ്രായ, എസ്പെഷ്യലി ഈ പീരിയഡ്സിന്റെ സമയത്താണ് എനിക്ക് ഇച്ചിരി ഒരു സ്വിങ്സ് ഒക്കെ വരാറ്. ഞാൻ പോയിട്ട് റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കും, ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെക്കും. അപ്പോഴേക്കും എനർജി തീരുമ്പോഴേക്കും ആ ദേഷ്യം അങ്ങ് അടങ്ങിയിട്ടുണ്ടാവും. അതൊക്കെ അടങ്ങിയ ശേഷം ഞാൻ പോയി പറയും, നിങ്ങൾ ഈ ചെയ്ത് എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല, ഇനി അങ്ങനെ ചെയ്യരുത്. നഫീസ ചോദിക്കൂ, എന്താണ് ഡൗട്ട്? മാം, ഇപ്പൊ ഒരാൾ ഇമോഷണലി ഇപ്പൊ മാം പറഞ്ഞ ഒരു ദേഷ്യമായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റുള്ള പാർട്ട്ണർ ഈ സൈലന്റ് ആണ്, ആ സൈലൻസ് ആണ് കീപ്പ് ചെയ്യണമെങ്കിൽ ഈ ആൾക്ക്, അതായത് ഈ ദേഷ്യം പിടിച്ചിരിക്കുന്ന ആൾക്ക് സംസാരിക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം. എന്ന് വെച്ചാൽ അത് അവിടെ സോൾവ് ചെയ്യാനായിരിക്കും അപ്പൊ ആ സമയത്ത്. അപ്പൊ പറഞ്ഞ വലിയൊരു പോയിന്റ് ആണ് അത്. നിങ്ങളുടെ ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ് പോലെയാണ്. അതായത് മറുപടി പറയാൻ വേണ്ടി, അതായത് നിങ്ങൾക്ക് കാമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഡീൽ ചെയ്യാം. അപ്പൊ ഞാൻ ഹസ്ബൻഡ് ചൂടായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് കാമായിട്ട് അവൾ പറയാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ പറയും. കാമായിട്ട് പറയില്ല, ഞാൻ മിണ്ടൂല. ഞങ്ങൾ എടുത്തൊരു തീരുമാനം കൂടിയാണ്. അതായത് ഇപ്പൊ ആള് ചൂടായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് കാമായിട്ട് റിപ്ലൈ പറയാൻ പറ്റുന്നുണ്ടെങ്കിലേ ഞാൻ മിണ്ടുള്ളൂ.
അല്ലെങ്കിൽ മിണ്ടൂല. അപ്പൊ അപ്പുറത്തെ ആൾക്ക് നിങ്ങൾ സംസാരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ഏത് രീതിയിൽ സംസാരിക്കുന്നതാണ് ഇഷ്ടം എന്ന് ചോദിച്ച് മനസ്സിലാക്കി വെക്കണം. അതാണ് ഇമോഷണൽ ഇന്റലിജൻസ്. നമ്മളുടെ ഇമോഷനെയും മറ്റേയാളുടെ ഇമോഷനെയും മനസ്സിലാക്കാനുള്ള കഴിവ്. അതായത് നമ്മൾ നേരത്തെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇങ്ങനെയാണെന്നുള്ളത് വെക്കണം. ഓക്കെ, അതാണല്ലോ. നോക്കിക്കേ, എന്റെ കൂട്ട് നിങ്ങൾക്ക് നടക്കൂല. കാരണം നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണർ വേറെ 2 ആൾക്കാരാ. നിങ്ങൾ അടി ആവുമ്പോൾ അതെങ്ങനെ ഡിലേ ഞങ്ങൾ കണ്ടെത്തിയൊരു മാർഗം. ഒരാൾ സംസാരിക്കുമ്പോൾ അടുത്ത ആൾ മിണ്ടൂല. ബട്ട് വി വിൽ റിസോൾവ് ആഫ്റ്റർവേർഡ്സ്. എനിക്ക് പണ്ടൊക്കെ സോറി പറയാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ എപ്പോഴും എന്നോട് സോറി പറയും. എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യം, സോറി പറയത്തേ ഇല്ല. അപ്പം എന്റെ ഭാഗത്ത് അങ്ങനെ വലിയ വലിയ തെറ്റുകൾ കുഞ്ഞി തെറ്റല്ല, ഞാൻ പിന്നെ സോറി പറയാൻ ചിന്താഗതിയാണ്. ബട്ട് ഐ ലേൺ ടു സേ സോറി. Now I frequently say sorry if something happened from my side. കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ പറഞ്ഞു, എന്നോട് അറിയാതെ പറ്റിപ്പോയതാ, സോറി കേട്ടോ, ഞാൻ ഇനി അത് ആവർത്തിക്കാതെ ശ്രമിക്കും, സോറി എന്ന് പറയാൻ ഞാൻ പഠിച്ചു. ഞാൻ പറയാം, അപ്പൊ ഒരു ദിവസം ആർഗ്യുമെന്റ് ഉണ്ടായി, അപ്പൊ നീ എപ്പോഴെങ്കിലും എന്നോട് സോറി പറഞ്ഞിട്ടുണ്ടോ? നീ ചെയ്ത് തെറ്റ് ഞാൻ എത്ര വട്ടം നിന്നോട് സോറി പറയും, എന്റെ അടുത്താണ് തെറ്റെങ്കിൽ ഞാൻ എത്ര വട്ടം വന്നിട്ട് പിന്നെ സോറി ഒക്കെ പറയാറുണ്ട്. നീ എപ്പോഴെങ്കിലും എന്നോട് സോറി പറഞ്ഞിട്ടുണ്ടോ? കമ്മ്യൂണിക്കേഷൻ സോറി പറയാൻ പഠിച്ചു. ഇപ്പൊ മക്കളോട് വരെ സോറി പറയൂ കേട്ടോ. എന്റെ അടുത്ത് ഇപ്പം എന്തെങ്കിലും അവരോട് വാക്ക് പറഞ്ഞ് ഞാൻ മറന്നു പോയതാണെങ്കിൽ ഞാൻ സോറി പറയും. സോറി കേട്ടോ, ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്, നമുക്ക് പറ്റായതാണ് ഒക്കെ പറയും. അപ്പൊ ഇമോഷണൽ ഇന്റലിജൻസ് അപ്പുറത്തെ വ്യക്തിയെ പഠിക്കുക എന്നുള്ളതാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, യെസ്. ഇപ്പൊ മാം പറഞ്ഞല്ലോ ഒരു ഇഷ്യൂ കഴിഞ്ഞിട്ട് പിന്നെ അതേപറ്റി പോയി സംസാരിക്കുന്നു. പക്ഷെ ചിലർ അതിന് പിന്നെ അതേപറ്റി കേൾക്കാനിരിക്കാതെ സംസാരിക്കാതെ ആ ഒരു തെറ്റ് ഫുള്ള് നമ്മളെ ഭാഗത്താക്കി നിൽക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അൺഎക്സ്പ്രസ്ഡ് ഇമോഷൻസ് സോൾവ് ആവില്ല. അതെന്താണെന്നറിയാം, പല മാരേജ് കേസസ് വരുമ്പോ എനിക്ക് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് അത് പറഞ്ഞു തീർക്കാതെ നിങ്ങളുടെ പാച്ചപ്പ് ആവും. അതായത് ഇപ്പൊ എന്തോ ഒരു വഴക്ക് നടന്നു നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ, എന്നിട്ട് എന്താക്കും, ഒന്ന് കെട്ടിപ്പിടിച്ച് സോറി പറഞ്ഞതൊക്കെ പാച്ചപ്പ് ആക്കും. പക്ഷെ ഇതിനെ റിയലി അഡ്രസ് ചെയ്യാതെയാണ് പാച്ചപ്പ് ആയതെങ്കിൽ അടുത്ത അടി വരുമ്പോൾ ഈ ഒന്നാമത്തും കൂടെ ചേർത്തിട്ടാണ് അപ്പൊ വീണ്ടും അടി വരാം. അന്ന് അങ്ങനെ ഉണ്ടായിരുന്നില്ല, അന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നുകൊണ്ട് അതൊരു രണ്ട് സ്റ്റോപ്പിക്കൽ അടിയാണ്. ഈ രണ്ടാമത്തെ അടിയിൽ എന്താക്കും, ഈ രണ്ടും പറഞ്ഞ് റിസോൾവ് ചെയ്യാതെ സാരല്ല പോട്ടെ സോറി എന്നൊക്കെ പറഞ്ഞ് രണ്ടാളും മൂന്നാമത്തെ അടി വരുമ്പോൾ ഈ മൂന്നും കൂടി ആയിരിക്കും വരും. സംഭവിക്കാറില്ലേ? ആലോചിക്കേ. മാം സംഭവിക്കാറുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യാ, നമ്മൾ ആ ഒരു തർക്കത്തിന്റെ സമയത്ത് സത്യാവസ്ഥ പറഞ്ഞില്ലേ, പിന്നെ അവിടെ സംസാരിക്കാനൊരു ഹർഷില, നമ്മൾ ഓക്കെ ആയിരിക്കുമ്പം, അതായത് നല്ല രീതിയിൽ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതിന് പറ്റാത്തതാണെങ്കിൽ നിങ്ങളൊരു കൺസൾട്ടേഷൻ ഫാമിലി കൗൺസിലിംഗ് പോവുക. ഞങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയുടെ കൂടെ നിൽക്കൂല, ഭർത്താവിന്റെ കൂടെ നിൽക്കൂല, ഞാനത്തിന്റെ കൂടെ നിൽക്കുള്ളൂ. കറക്റ്റ് ആ സാധനം ഇട്ട് കൊടുക്കും. അതാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ പ്രത്യേകത. നിങ്ങൾക്കൊരു വേർതിരിവ് ഉണ്ടെങ്കിൽ, അപ്പം ഈ അടുത്തൊരു പെൺകുട്ടി മാത്രമാണ് വന്നത്, ഫാമിലി ആയിട്ടല്ല, ഇവളുടെ വീട്ടിൽ പോവാൻ സമ്മതിക്കത്തേയില്ല. അയാളുടെ ഉമ്മ ഒറ്റയ്ക്കാണ്, അയാൾ ഒറ്റ മകനാണ്. ഒരിക്കലും ഇപ്പൊ സ്വന്തം ഉമ്മ ആയിക്കഴിഞ്ഞാലും എന്തായിക്കഴിഞ്ഞാലും പോയി വരാം, അല്ലാണ്ട് നിൽക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോ പുള്ളിക്കാരിയോട് ഞാൻ പറഞ്ഞു കൊടുത്തു, എന്തൊക്കെയാ പറയണം, നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. നിങ്ങളുടെ ഉമ്മ എത്രത്തോളം നിങ്ങൾക്ക് പ്രാധാന്യം, അതുപോലെ എന്നെ പ്രസവിച്ച ഉമ്മയാണ്. എനിക്ക് എന്റെ ഉമ്മേനും എന്റെ സിബ്ലിങ്സിനെ കാണാൻ പോകണം, ഒരു ദിവസമെങ്കിലും എനിക്ക് എന്റെ വീട്ടിൽ സ്റ്റേ ചെയ്യണം, അതെന്റെ അവകാശമാണ്. നിങ്ങൾ ഇങ്ങനെ ഇതിന് വാശി പിടിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങളത് മനസ്സിലാക്കണം. ഇപ്പൊ 365 ദിവസത്തിൽ 365 ദിവസം ഞാൻ ഇവിടെ തന്നെയാണ്. പക്ഷെ അതിൽ എനിക്കൊരു 100 ദിവസം അല്ലെങ്കിൽ ഒരു 50 ദിവസത്തിൽ നിങ്ങൾ എനിക്ക് എന്റെ വീട്ടിൽ പോകാനുള്ള ഒരു എന്താ പറയാ സാഹചര്യം ഉണ്ടാക്കി തരണം. അത് വഴക്കിന്റെ ഇടയിലല്ല, രണ്ടാളും ഓക്കെ ആയിട്ടിരിക്കും. മറ്റൊക്കെ ഈ വഴക്കിന്റെ ഇടയിൽ പ്രോസസ് ആവൂല. അപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് ആർഗ്യൂ ചെയ്തിട്ട് ഒരാൾക്ക് മറ്റേയാളെ തോൽപ്പിക്കുക എന്നുള്ള മൂഡാണ് ഉണ്ടാവുക. അതുപോലെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത് ചിലവർ അതൊരു ആയുധമാക്കാറുണ്ട്. ഞാൻ ഇനി ഇങ്ങേരോട് മിണ്ടൂല, അതല്ല ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കോൺഫ്ലിക്ട് ഫേസ് കഴിഞ്ഞിട്ട് നമ്മൾ അഡ്രിനാലിനൊക്കെ താഴ്ന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പാച്ചപ്പ് ആവാനുള്ള ഒരു സമയത്ത് ആ വഴക്കിനെ പറ്റിയിട്ടും എന്തുകൊണ്ടാണ് പ്രശ്നം പറ്റിയതും എന്ന് പറഞ്ഞ് അത് റിസോൾവ് ചെയ്യണം. അവിടെ എന്താ അറിയോ, അടുത്ത പ്രാവശ്യം അങ്ങനെ ഒന്ന് വരാതിരിക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു വഴക്കിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു സാധനത്തിന് ശേഷം ഞാൻ പുള്ളിക്കാരന്റെ ഒരു ഡ്രസ്സിങ്ങിനെ പറ്റിയിട്ടും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. ഞങ്ങളെ പല ഫോട്ടോസും കണ്ടാലും ഞാൻ നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ അത്രയും പുള്ളിക്കാരൻ ഇഷ്ടമുള്ളതായിരിക്കും ഇല്ല. ചിലപ്പോൾ പുള്ളിക്കാരൻ ഷർട്ട് എടുത്ത് എന്തെങ്കിലുമൊക്കെ തോന്നിയ ഷർട്ട് എടുത്ത് ഇടാറുണ്ട്.
റെയറാണ്. അല്ലാതെ കഴിഞ്ഞ് എല്ലാ നരച്ച കളറുള്ള ഷർട്ട്സ് ആണുള്ളത്. ബട്ട് അതവിടെ സോൾവ് ആയി. ഹി ഈസ് കംഫർട്ട് ഇൻ ദാറ്റ് ഡ്രസ്. ഹി ഈസ് ഹിംസെൽഫ് ഇൻ ദാറ്റ് ഡ്രസ്. ഹി ഈസ് വെരി ഓക്കെ ഇൻ ദാറ്റ് ഡ്രസ്. ആൻഡ് ഐ ജസ്റ്റ് റെസ്പെക്ട് ഇറ്റ്. അത് നമ്മൾ സംസാരിച്ച് തീർത്തതാണ്. അല്ലാണ്ട് നിങ്ങൾ ആരെ മനസ്സിലാക്കണത്, നിങ്ങളുടെ പാർട്ട്നേഴ്സ് ആരും അല്ലെങ്കിൽ നിങ്ങളോ ജ്യോത്സ്യരല്ല. നമുക്ക് അപ്പുറത്തെ വ്യക്തിയുടെ മനസ്സിൽ എന്താന്ന് ഗണിച്ചെടുക്കാൻ പറ്റില്ല. എനിക്ക് എന്താ വേണ്ടത് ഞാൻ പറയാറാ. അപ്പൊ എന്റെ പീരിയഡ്സിന്റെ സമയത്ത് ഞാൻ പറയാം, എന്റെ പീരിയഡ്സിന് ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ ഫോണിൽ ഫ്ലോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ എന്റെ പീരിയഡ്സ് ട്രാക്കിംഗ് ഉണ്ട്. അതായത് എത്ര സമയം എനിക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവും, ആ സമയം എന്നെ ചൊറിയാൻ വരരുത്, എന്നെ മാക്സിമം എന്നെ വിട്ട് നടന്നോളാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ആ ഒരു പീരിയഡ്സിന്റെ സമയത്ത് എന്റെ മക്കളും ഹസ്ബൻഡും ഒന്നും എന്നെ ചൊറിയാൻ പറ്റില്ല. കാരണം ആ സമയത്ത് എനിക്ക് എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഇത് ഞാൻ പറഞ്ഞു കൊടുത്തതാ. ഇത് ഞാൻ പറയാതെ അദ്ദേഹം അറിയത്തില്ല എനിക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ട്, എനിക്ക് ഏത് പറയുന്ന സമയത്ത് ഇത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അത് പിന്നെ പറഞ്ഞു കൊടുത്തിട്ടും ഒരുപാട് തെറ്റിക്കുകയാണെങ്കിൽ, ഐ മീൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ, നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാം. അതായത് 1 വട്ടം പറഞ്ഞു കൊടുക്കുക, 2 വട്ടം പറഞ്ഞു കൊടുക്കാം, 3 വട്ടം പറഞ്ഞു കൊടുക്കാം, പോട്ടെ ഒരു 5 വട്ടം പറഞ്ഞു കൊടുക്കാം. 5 വട്ടം പറഞ്ഞു കൊടുത്തിട്ടും റെഡി ആവുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു റിസോൾവ് ഇൻ സം അതർ വേ. മേ ബി യു ക്യാൻ കൺസൾട്ട് ആസ് എ ഫാമിലി തെറാപ്പിസ്റ്റ് ഓർ സംവൺ എൽസ്. അങ്ങനെയാണ്. ഒരു ഡൗട്ട് ചെയ്തിട്ട് ചോദിക്കൂ സജി. പിന്നെ ഈ പീരീഡ് ടൈമില് ഉള്ള ഈ മൂഡ് സ്വിങ്സ് എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവോ? 100%. ബിക്കോസ് ഈസ്ട്രജൻ അന്നേരം ബാലൻസ് അല്ല. ഈസ്ട്രജൻ ബാലൻസ് അല്ല. അത് വ്യത്യാസം എന്താ വെച്ചാൽ സജിയുടേതായിരിക്കില്ല എനിക്ക്, എന്റേതായിരിക്കില്ല അർഷിലേക്ക്. ഓരോ ഇപ്പൊ മിക്കവാറും കേസിൽ എന്റെ ഉമ്മയ്ക്ക് ഇത് ഉണ്ടായിരുന്നല്ലോ, എന്റെ ഉമ്മയ്ക്ക് പീരിയഡ്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, നിന്നെ പോലെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് ഭർത്താക്കന്മാര് പറയുമ്പം ഈ അമ്മമാരൊരിക്കലും മക്കളോട് പോയിട്ട് ഇതിന്റെ ബുദ്ധിമുട്ട് പറയാത്തത് കൊണ്ടാണ് ഈ മക്കൾ ഇത് അറിയാത്തത്. അതിനർത്ഥം അമ്മയ്ക്ക് അത് ഇല്ലായിരുന്നില്ല എന്നല്ല. ഞാൻ എന്റെ ബുദ്ധിമുട്ടുകളൊക്കെ എന്റെ മോനോട് പറയാറുണ്ട്, എന്റെ മൂത്ത മോനോട്. രണ്ടാമത്തവൻ ചെറുതാണ്. എന്റെ കപ്പ് എടുത്തു തരാറ് അവനാണ്. എനിക്ക് ചിലപ്പം എന്റെ പുറമൊന്ന് തടവി തരാറുണ്ട്. പിന്നെ അവനറിയാം പീരിയഡ്സ് എന്താണെന്നും കൃത്യമായിട്ട് 10 വയസ്സല്ലേ ആയിട്ടുള്ളൂ, കൃത്യമായിട്ട് അറിയത്തില്ല. ബട്ട് 11 വയസ്സായി. പക്ഷെ 12-13 വയസ്സാകുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും എന്താണ് പീരിയഡ്സ് എന്നുള്ളത്. കാരണം അവൻ അവന്റെ പാർട്ട്ണറെ റെസ്പെക്ട് ചെയ്യണമെങ്കിൽ ഞാനിത് കാണിച്ചു കൊടുക്കണം. എന്റെ ഉമ്മയ്ക്ക് ഉണ്ടായിരുന്നു, എന്റെ ഉമ്മയ്ക്ക് ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എന്റെ ഉമ്മയ്ക്കുള്ള സാധനമാണ് ഇത്. അവരുടെ പാരന്റ്സ് അവർക്ക് കാണിച്ചു കൊടുക്കാത്തതിനെ കൊണ്ട് നമ്മളോട്, നിങ്ങളുടെ ഭർത്താക്കന്മാരോട് ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങളെ അമ്മയോ പെങ്ങളോ വന്നിട്ട് നിങ്ങളോട് ഇതിന്റെ ബുദ്ധിമുട്ട് പറയാത്തത് കൊണ്ടാണ് നിങ്ങൾ അറിയാത്തത്, അല്ലാതെ അവർക്ക് ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം. മിക്കവാറും കാണിക്കൂല, അമ്മയോ പെങ്ങന്മാരോ കാണിച്ചിട്ടുണ്ടാവത്തില്ല. അല്ല, എനിക്ക് എന്റെ കാര്യത്തിൽ എനിക്ക് മനസ്സിലായിട്ടില്ല ഇത്രയും വർഷമായിട്ടോ. ഇല്ല, ഞാൻ പൊതുവെ ഭയങ്കര എനിക്ക് അങ്ങനെ ദേഷ്യം വരില്ല ലൈഫില്. ഭയങ്കര നല്ല ക്യാരക്ടറാണ് ഞാൻ തന്നെ പറയൂ. മക്കളോടായാലും ആരോടായാലും ദേഷ്യമൊന്നും പിടിക്കൂല. പക്ഷെ ഞാന് പിടിക്കാത്ത ഒരാളാണ്. ഭയങ്കര എക്സ്ട്രോവർട്ടാണ്, ഭയങ്കര എക്സ്ട്രോവർട്ടാണ്. പക്ഷെ നല്ലതേ പറയൂ. അതുകൊണ്ട് എനിക്ക് എന്റെ കാര്യത്തിൽ എനിക്ക് ഇന്നുവരെ മനസ്സിലായിട്ടില്ല. അതെ, എല്ലാവർക്കും ഉണ്ടായിക്കോളം നിർബന്ധമില്ല. ചിലപ്പോൾ അത് കൺട്രോളബിൾ ആയിരിക്കും, ചിലപ്പോൾ താങ്കളുടെ ചുറ്റുമുള്ള ഒരു എൻവയോൺമെന്റും അങ്ങനെ ആയിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എനിക്ക് 44 ഏജ് ആയല്ലോ. അപ്പൊ ഇത്രയും വർഷത്തിന്റെ ഇടയ്ക്ക് ഞാൻ എനിക്കത് നോട്ട് ചെയ്തിട്ടില്ല. എല്ലാവരിലും വ്യത്യസ്തമാണ്. ഒരു കാര്യം പറഞ്ഞു, ദേഷ്യം വരുന്നതും വരാതിരിക്കുന്നതും മാത്രമല്ല ഒരു ലൈഫിന്റെ ബോണ്ടിങ്ങിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നമുക്ക് ദേഷ്യം വരാം. ഞാനൊന്ന് ഇന്റർഫിയർ ചെയ്യാണ്. ഞാനും ഒരു ദേഷ്യം, എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം എന്നെ ദേഷ്യം പിടിച്ച, എന്നെ ക്ലോസ്ലി അറിയുന്ന ആൾക്കാർക്ക് കണ്ടു കാണില്ല ഞാൻ ദേഷ്യം പിടിച്ചിട്ട്. ഞാൻ പറയാനുള്ളത് മൊത്തമൊക്കെ പറയും, പക്ഷെ ദേഷ്യമൊന്നും കാണിക്കാറില്ല. പക്ഷേ എനിക്ക് ഈ മൂഡ് സ്വിങ്സ് ഒക്കെ ഇപ്പൊ വരാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഞാനൊരു ഓൺട്രപ്രണറും കൂടിയാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. പക്ഷെ സജി പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാം. എനിക്ക് ഫ്ലോ ആപ്പില് പിന്നെ എനിക്കറിയാം ഒരാഴ്ച എനിക്ക് മെസ്സേജ് വരും. കഴിഞ്ഞ മാസം ഞാൻ ആ മെസ്സേജ് നോക്കാതിരുന്നത് എനിക്ക് ഇച്ചിരി കൂടെ കുറവായിരുന്നു മൂഡ് സ്വിങ്സ്. ഞാൻ ബോധോടായിട്ടാണോ എന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നലെ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്, ചൊറിയല്ലേ നിങ്ങൾ എന്തൊക്കെ അച്ഛൻ ചെയ്തോളൂ. അപ്പൊ ആശ്മി വിളിച്ചു, മാം പീരിയഡ്സ് ആവാറായോ മാം? അപ്പൊ ഞാൻ ശ്രദ്ധിച്ചു, യെസ് ആവാറായി. എനിക്ക് അന്നേരം ഒരുപാട് കാര്യങ്ങൾ എന്നെ അറിയുന്നവർക്കറിയാം. ഞാൻ രാവിലെ എണീറ്റ് രാത്രി വരെ വർക്കിംഗ് ആണ്. അപ്പൊ ആ സമയത്ത് ഈസ്ട്രജന് കുറച്ചുകൂടെ സ്ട്രെസ് തരും. അതിലൊരു സ്ട്രെസ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഓക്കെ. പക്ഷെ ഇവിടെ എന്റെ പിള്ളേർക്കില്ല, എന്റെ സ്റ്റാഫ്സിന് എല്ലാവർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂഡ് സ്വിങ്സിനെക്കാളാണ്. ഒരാൾക്ക് ഛർദി, ഒരാൾക്ക് ഭയങ്കര ബെഡ് നേടിക്കാൻ പറ്റാത്ത വയറുവേദന. ഈ സാധനങ്ങളൊന്നും എനിക്കില്ല. എനിക്ക് പണ്ടേ ഇല്ല വയറുവേദന. സത്യസന്ധമായിട്ട് പറയുന്നത് എനിക്ക് പീരിയഡ്സിന്റെ വയറുവേദന എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല.
അതിന് ബാക്ക് പെയിൻ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ കുറച്ച് കാലമായിട്ട് ബാക്ക് പെയിൻ. ഞാൻ പീരിയഡ്സ് ഉള്ള ദിവസം ഞാൻ ഫസ്റ്റ് ഡേ ഇവിടെ ഞങ്ങൾക്ക് ലീവാട്ടോ. ഞങ്ങൾ ഇവിടെ സ്ത്രീകളാണ്, 7 പേര് സ്ത്രീകളാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും പീരിയഡ്സ് ഉണ്ട്. ഞങ്ങള് ഒരു റിട്ടേൺ റൂളാണ്, പീരിയഡ്സിന്റെ ഫസ്റ്റ് ഡേ ലീവാണ് ഇവിടെ. അതാർക്കായാലും ലീവായിരിക്കും എന്ന്. ഇനി ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് ദേഷ്യമല്ലാത്ത വേറെ ഏതെങ്കിലും ഫീലിംഗ് വരുമോ? ഞാൻ പറയട്ടെ, മൂഡ് സ്വിങ്സ് ദേഷ്യം, അതിലേക്കാട്ടെ ഞാൻ ദേഷ്യം മാത്രമല്ല മൂഡ് സ്വിങ്സ്. ഒരു സങ്കടമൊക്കെ വരുമോ? കരച്ചില് വരാം, അത് മൂഡ് സ്വിങ് ആണ്. മാം, ഈ സങ്കടവും ഒന്നും ഒരു മൈൻഡ് ഒന്നും അല്ലാതെ ബ്ലാങ്ക് ആയി നിൽക്കുന്നതും ഒക്കെ മൂഡ് സ്വിങ് ആണ്. അതായത് അന്നൊന്നിനും ഉഷാറില്ല, അത് മൂഡ് സ്വിങ് ആണ്. ചിലപ്പോ ഒരു ഫിലിം കണ്ടു കഴിഞ്ഞാൽ നോർമൽ ഫേസിൽ ഇരിക്കുമ്പോ നമുക്ക് അത്ര സങ്കടമല്ല, പക്ഷെ മൂഡ് സ്വിങ്സിന് ഭയങ്കര കരച്ചിൽ വരും. ദേഷ്യം മാത്രമല്ല മൂഡ് സ്വിങ്സ്, ദേഷ്യം മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലവർക്ക് ക്രേവിങ് കൂടും. എനിക്ക് അന്നേരം മധുരം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ക്രേവിങ് കുറച്ച് കൂടും. അതൊക്കെ മൂഡ് സ്വിങ്സിന്റെ ഭാഗമാണ്. അപ്പൊ അതായത് ദേഷ്യം വരുന്നത് മാത്രമല്ല മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഫ്ലക്ച്വേഷൻ എന്ന് പറയാം. അതുപോലെ വെറുതെ കരയാൻ തോന്നുന്നു, ഒരു ആവശ്യമില്ലാതെ കരയാൻ തോന്നും, വെറുതെ ഇന്ന് കരയാനൊക്കെ തോന്നും. അതെ, വെറുതെ ഇരുന്ന് കരയാൻ തോന്നും, സത്യമാണ്. അപ്പൊ ഞാൻ ഹസ്ബൻഡ്സിന് കോമൺലി കേൾക്കുന്ന ഒരു സാധനം, നിനക്ക് മാത്രമല്ല എന്റെ എല്ലാവർക്കും ഉണ്ട്, ബട്ട് എല്ലാവരും ഡിഫറെന്റ് ആണ്. അമ്മയുടെ മൂഡ് സ്വിങ്സും അമ്മയുടെ പീരിയഡ് പെയിനും ഒന്നും ആയിട്ടില്ല ആർക്ക്, പിന്നെ ഭാര്യയ്ക്കോ. ഈ ഒരു ഇത് ജെൻസിൽ ഉണ്ടാവാറുണ്ടോ ഏതെങ്കിലും തരത്തില്? ഓഫ്കോഴ്സ് പാവങ്ങളാണ് അതിഥിക്ക്, പക്ഷെ ഏത് സമയമാണെന്ന് അറിയില്ല. നമുക്ക് പാവം, നമുക്ക് ഓഫ്കോഴ്സ് മൂഡ് സ്വിങ്സ് ഉണ്ടാവാറുണ്ട്. ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദിയർ മേ ബി എന്തെങ്കിലും രീതിയിലുള്ള ഫ്രസ്ട്രേഷൻസ് വരിക, കുറെ കാലം സെക്സ് ഇല്ലാതിരിക്കുക. അതിലൊക്കെ ഞാൻ ശ്രദ്ധിച്ച കുറെ കേസില് പിന്നെ ജെൻസിന് വെച്ച് കഴിഞ്ഞാല് ഒരു പ്രശ്നമുണ്ട്. ലേഡീസിനും ഉള്ളതാ, നമ്മളെ 30 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തദൈവ ബാക്കി പറയുമ്പോ പറയാട്ടോ, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാനുണ്ട്. മൂഡ് സ്വിങ്സ് വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ജെൻസിന്റെ കേസസിൽ അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇജാക്കുലേഷൻ സപ്പോർട്ടീവ് 7 ഉണ്ട്. ഇപ്പൊ 7 ചില സമയത്ത് കെട്ടി നിന്നിട്ട് അവർക്ക് ഇറിറ്റേഷൻ ഒക്കെ വരാറുണ്ട്, ഇപ്പൊ ഈ ഉറക്കത്തിലൊക്കെ പോവാറുണ്ട്. അപ്പൊ ചില സമയത്ത് ഫ്രസ്ട്രേഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് കാണിക്കാറുണ്ട് ഈ സെക്ഷലി ഇരിക്കുന്ന സമയത്ത്. അപ്പൊ മൂഡ് സ്വിങ്സ് വരാം. പിന്നെ ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് വരുമ്പോൾ ഭാര്യയുമായിട്ടുള്ള വഴക്കുണ്ടാകുന്ന സമയത്തൊക്കെ അവർക്കും ഈ പറയുന്ന മൂഡ് സ്വിങ്സ് വരാം. മൂഡ് സ്വിങ്സിന് മെഡിസിൻസ് നിർദ്ദേശിക്കാറേ ഇല്ല, നോ. മൂഡ് സ്വിങ്സിന് മെഡിറ്റേഷൻ ആണ്, മെഡിക്കേഷൻ അല്ല, മെഡിക്കേഷൻ. അതായത് കുറച്ചുകൂടെ ഞാൻ മൂഡ് സ്വിങ്ങുള്ള സമയത്തൊക്കെ ചെയ്യാറുള്ളത് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. അപ്പൊ കുറച്ചുകൂടെ ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ കാണാറ് ഈ ഒരു പീരിയഡ്സിന്റെ ഒക്കെ സമയം ഈ സിനിമ കാണുന്ന ഇഷ്ടമാണ്. കുറച്ച് വെറുതെ ഇരിക്കാൻ തോന്നലും, അല്ലെങ്കിൽ ഞാനിങ്ങനെ ടക്ക് ടക്ക് എന്ന് പറഞ്ഞ മൂഡ് സ്വിങ് ഉള്ള സമയത്താണ് ഞാൻ കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുള്ളത്, കുറച്ചുകൂടി എൻഗേജ്ഡ് ആവാൻ വേണ്ടി നോക്കും. അതാണ് ഇമോഷണൽ ഇന്റലിജൻസ്. നിങ്ങളുടെ മൂഡ് സ്വിങ്സ് നിങ്ങൾക്കേ പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ, അതെങ്ങനെ മാറ്റണമെന്ന് നിങ്ങൾക്കേ അറിയുള്ളൂ, അത് അപ്പുറത്തെ ആൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. ഒന്ന് ഇന്റർഫിയർ ചെയ്തോട്ടെ, പറയൂ മാം. എനിക്ക് പീരിയഡ്സ് ഡേറ്റ് ഞാൻ അതിന് മുമ്പുള്ള ഒരു വീക്കില് പ്രിൻസിപ്പലിനോടാണെങ്കിൽ പോലും വഴക്കുണ്ടാക്കും. എനിക്ക് മനസ്സിലാവേ ഇല്ല, ആ വഴക്ക് കഴിയും മനസ്സിലാവും. അതെ, യെസ്. അർഷില പറഞ്ഞ പോലെ എഴുതി തീർക്കാം, വളരെ നല്ല കാര്യമാണ്. ജേർണൽ ചെയ്യുക, നിങ്ങളുടെ വരുന്ന നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ ജേർണൽ ചെയ്യുക. ഐ സജസ്റ്റ് പ്രാണായാമ. യോഗയിലെ പ്രാണായാമ ഉണ്ടാവില്ല, അത് മോർണിംഗ് ചെയ്താല് മൂഡ് സ്വിങ്സ് ചിലപ്പോൾ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ് പ്രാണായാമ. അത് ചെയ്താൽ കുറെയൊക്കെ ആശ്വാസം വരാറുണ്ട് അന്നത്തെ ഡേയില്. പിന്നെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, അങ്ങനത്തെ. പിന്നെ റെസ്റ്റ് എടുക്കുക, ശരീരം ചൂട് കൂടും. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇത് ഒരാളായിട്ടില്ല അപ്പുറത്തെ ആൾക്ക്. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള പീരിയഡ്സ് ഒന്നും ഇവിടെ ഞങ്ങൾ 6 പേരുണ്ട്, ഞങ്ങൾ 6 പേർക്കും ഡിഫറെന്റ് ആണ്. 6 പേരത് ഡിഫറെന്റ് ആണ്. മൈത്രി കുറച്ചുകൂടി കരച്ചിലാ വരിക, എനിക്ക് കുറച്ചുകൂടെ എന്താ പറയാ ഇറിറ്റേഷൻ ആണ് വരിക. ആഷ്മി ആണെങ്കിൽ ഷട്ട് ഡൗൺ ആവുകയാണ് ചെയ്യുക. അന്നമ്മയാണെങ്കിലും പറയുന്ന പോലെ ഭയങ്കര പെയിൻ ആണ്, വൊമിറ്റിംഗ് ഒക്കെയാണ് വരിക. അപ്പൊ നമ്മളിവിടെ നമുക്ക് ഒരു 5-6 പേർക്കുള്ള നമുക്ക് 5-6 ഡിഫറെന്റ് ആണ്. പിന്നെ വെറുതെ ഇരിക്കാൻ. അപ്പൊ ഞാൻ ചിലപ്പോ നോക്കും, വെറുതെ വീട്ടിലിരുന്നാണ് വെറുതെ സ്ക്രോൾ ചെയ്ത് കാണിക്കും, ഒന്നും ചെയ്യില്ല, വെറുതെ ഇരിക്കും. ഞാൻ വെറുതെ ഇരിക്കാത്ത ഒരാളാണ്. അതാണ് അപ്പൊ ഈ പറയുന്നത് ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. അത് നമ്മളെ ഇമോഷൻസിനെ ഗെയിംസ് കാരണം മൂഡ് സ്വിങ്സ് വരും. എന്ത് കാരണം? ഗെയിംസ് കളിക്കുന്നത് കാരണം
മൂഡ് സ്വിങ്സ് വരും? സാധ്യതയുണ്ട്. ആ ഗെയിം അഡിക്ഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വട്ടം തോൽക്കുക, അപ്പുറത്തെ ആളാക്കുക സാധ്യതയുണ്ട്, കാണാറുണ്ട്. എസ്പെഷ്യലി ഈ പബ്ജി, ഈ പറയുന്ന പോലെ തന്നെ ഈ മറ്റേ കുറെ സോക്കർ ഗെയിം ഒക്കെ ഇല്ലേ, അത് ഇച്ചിരി ഞാൻ കാണാറുണ്ട്. പക്ഷെ സ്റ്റഡീസ് ഒന്നും നടന്നിട്ടില്ല. അത് അവരോട് തന്നെ ചോദിക്കുക നിങ്ങൾക്ക് എപ്പോഴാണ് മൂഡ് സ്വിംഗ് വരുന്നത് എന്ന് അവരോട് തന്നെ ചോദിക്കുക. എന്നിട്ട് അവരോട് ചോദിക്കുക ആ സമയത്ത് ഞാൻ എന്താ ചെയ്യേണ്ടത്. അപ്പൊ എന്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചിട്ട് നിന്റെ മൂഡ് സ്വിങ്ങിന്റെ സമയത്ത് ഞാൻ എന്താ ചെയ്യണത്. ഞാൻ പറഞ്ഞു എന്നെ നിങ്ങൾ അധികം അന്നേരം കുറച്ച് പിന്നെ അപ്പൊ എന്തെങ്കിലും ചൊറിയാൻ വന്നാൽ ഞാൻ ഈ ഫ്ലോ ആപ്പിന്റെ അടുത്തയച്ചു കൊടുക്കും. ദാദാട്ടോ ഈ സമയത്താണ് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചൊറിയാൻ വേണ്ടി വന്നോളൂ എന്ന് പറയും. അതായത് പുള്ളിക്കാരനെ എന്തെങ്കിലും നടന്നിട്ടില്ലെങ്കിൽ എനിക്ക് അതാക്കില്ല എന്നൊക്കെ ചോദിക്കും. ആ സമയം എനിക്ക് ചിലപ്പോൾ പ്രോസസ് ചെയ്ത് വരില്ല. അല്ലാത്ത സമയത്താണ് അത് അവിടെ എന്തിനാക്കാം, ഞാൻ വന്ന് എടുത്തരാം എന്ന് കൂളായിട്ട് ഞാൻ പറയും. പക്ഷെ ആ സമയത്ത് ചിലപ്പോൾ അത് പ്രോസസ് ആയി വരില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനുള്ള ആളല്ലേ. അപ്പൊ അതിന്റെ സമയത്ത് ഞാൻ പറയും. ഇപ്പം ചോദിക്കുക എന്താണ്, ഞാൻ പറയും എനിക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചത്, ഞാൻ ഹാപ്പിയാണ്. അല്ലെങ്കിൽ എന്നെ ഒരു ഫിലിമിന് കൊണ്ടുപോകാൻ അപ്പൊ ചിലപ്പോൾ അത് നോക്കിയിട്ട് നീ ഫ്രീ ആണ്, നമുക്കൊരു മൂവിക്ക് പോവാം, അല്ലെങ്കിൽ നമുക്കൊന്ന് പുറത്തു പോവാം, എനിക്ക് ഒന്ന് ഡ്രൈവിന് പോവാം എന്നൊക്കെ അദ്ദേഹം പറയുന്നത് ഞാൻ പറഞ്ഞു കൊടുത്തതാ. എന്നെ ഇങ്ങനെയൊക്കെ ആക്കി ഞാൻ ഹാപ്പിയാണ് എന്ന്. അതുപോലെ ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് മൂഡ് സ്വിങ്സ് ആവുന്ന സമയത്ത് എന്താണ്. ഒരിക്കലും ഇത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്ക് മൂഡ് സ്വിങ്സ് ഉണ്ട്, നിങ്ങൾ അത് മനസ്സിലാക്കായിട്ടാണ് എന്നുള്ള സാധനം. നമുക്കൊരു പീരിയഡ്സ് ഉണ്ട്, ഈസ്ട്രജൻ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടാവുന്ന പോലെ തന്നെ it is not related to hormones. I don't know it is related to hormones, but men also have some mood swings. നമുക്കും ഈ ഹോർമോണിന്റെ മാത്രമല്ല അല്ലാത്ത സമയത്ത് മൂഡ് സ്വിങ്സ് ഒക്കെ വരാം. പക്ഷെ നിങ്ങളുടെ മൂഡ് സ്വിങ്സിനെ നിങ്ങൾ മനസ്സിലാക്കുക, അപ്പുറത്തെ ആൾക്ക് അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുക. ഞാനിവിടെ മാം ഞങ്ങളെ കേസിൽ ഇക്കാക്ക് മൂഡ് സ്വിങ്സ് വരുമ്പോ ഇക്കാക്ക് മനസ്സിലാവില്ല, പക്ഷെ എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പം ഇക്കാന്റെ അടുത്ത് തന്നെ ഞാൻ നിർബന്ധിച്ച് നമ്മൾ ഔട്ടിങ്ങിന് പോവാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകും. പക്ഷെ അപ്പോഴും എന്നോട് ദേഷ്യം പിടിക്കും, എനിക്ക് ഈ തിരക്കിന്റെ ഇടയ്ക്കും ഇതിന് പുറത്തു പോകാനാണ്. പക്ഷെ പോയി കഴിഞ്ഞാൽ ആൾ ഓക്കെ ആയിക്കോളും. എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഉറങ്ങി തീർക്കുക ചെയ്യും. എന്തെങ്കിലും മൂഡ് സ്വിങ്സ് ഒക്കെ വന്ന ആള് ഹൈബർനേഷൻ എന്നാണ് ഞാൻ അതിനെ പറയാറുള്ളത്. ഹൈബർനേഷൻ ആണ് ചെയ്യാറുള്ളത്. ആ സമയത്ത് ഞാൻ പോയി വെറുപ്പിക്കുകയില്ല. ഞാൻ ആ എത്രത്തോളം കംഫർട്ട് ആക്കാൻ പറ്റും അത്രത്തോളം ആളിങ്ങോട് പറയുന്നതിന് മാത്രമാണ്. ആ ഹൈബർനേഷൻ കഴിഞ്ഞ് എണീറ്റ് വന്ന ആൾ റെഡി ആയിക്കോളും. ഞാൻ അതിനെ ഹൈബർനേഷൻ എന്നാണ് വിളിക്കാറുള്ളത്. ഉറങ്ങി അവരെല്ലാവരും അങ്ങനെ തന്നെയാണ്, ഉറങ്ങി തീർക്കുക. ആർക്കെന്തെങ്കിലും വിഷമോ സങ്കടമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉറങ്ങി തീർക്കുകയാണ് ചെയ്യുക. അതുപോലെ എന്റെ ഹസ്ബൻഡിനുള്ള ഒരു പ്രശ്നമാണ്, ഞങ്ങൾക്ക് ആർക്കെങ്കിലും പിന്നെ വയ്യായിക വന്നാൽ, എനിക്കോ മക്കൾക്കോ വയ്യായിക വന്നാൽ ഭയങ്കര ദേഷ്യ, ആ സങ്കടം കൊണ്ടുള്ള ദേഷ്യ. അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ ഈ പ്രാവശ്യം ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ പറയാം, അപ്പൊ നീ നേരത്തെ ഭക്ഷണം കഴിക്കാറില്ല എന്താണ് അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു സൈഡ് എത്തുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം, നിങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കോ. ഒരാൾക്ക് സുഖമില്ലാണ്ടിരിക്കുമ്പോൾ വേണ്ടത് കുറച്ച് മനസ്സമാധാനമാണ്. എനിക്കറിയാം നിങ്ങൾക്ക് കൺസേൺ ആയിട്ടാണ്, പക്ഷെ എനിക്കതിപ്പോ പ്രോസസ് ആവുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു, ഒന്നെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പൊയ്ക്കോ എന്ന് വരെ പറഞ്ഞു. പിന്നെ ആൾ മിണ്ടാതിരുന്നുണ്ടോ. അപ്പൊ എന്നോട് ചോദിച്ചു എന്താ വേണ്ട, കാരണം ടെൻഷനാവും. ഇപ്പൊ എന്നെ ഇഞ്ചക്ഷൻ ചെയ്യുന്ന സമയത്ത് ആൾക്ക് ടെൻഷനാണ്, ഞാൻ വേദന എടുക്കുമ്പോൾ ആൾക്ക് ടെൻഷനാണ്. ആ സമയത്ത് വേണമെങ്കിൽ നഴ്സിനോട് വരെ ചൂടാക്കുന്നത്, ഞാൻ പതുക്കെ കുത്തി എന്നൊക്കെ പറഞ്ഞ് ടെൻഷനാവും. കാരണം എനിക്ക് പെയിൻ ടോളറൻസ് ഉണ്ടായാലും കൂടെ എന്റെ കൈയൊക്കെ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് ഈ ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്തിട്ട്. കാണാൻ പറ്റുമെന്നറിയില്ല, ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് എന്റെ കൈ. അപ്പൊ ഞാൻ വേദന ഇങ്ങനെ ഇല്ലാതിരുന്നത് പുള്ളിക്കാരന് ഭയങ്കര ടെൻഷനാണ്. അപ്പൊ എന്നോട് എന്താണ്, ഞാൻ പറഞ്ഞു മൈത്രയും മന്നമ്മയും അവര് വരട്ടെ, ഞാൻ അവരെ കൂടെ നിന്നോളാം, ഞങ്ങൾക്ക് ഓക്കെ ആയിട്ട് വന്നാൽ മതി. ഞാൻ ടെൻഷനാണ്, ഇത് കാണുന്നതിനനുസരിച്ച് ടെസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ ടെസ്റ്റിലധികം ബുദ്ധിമുട്ട് ഒരാൾക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വീട്ടിൽ പോയി, മോനും സുഖമില്ല, വീട്ടിലേക്ക് പോയി. അവരെന്റെ അടുത്ത് തന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേഷനിലാണ് വരേണ്ടത്. കാരണം ആദ്യമൊക്കെ എനിക്ക് അറിയാമെങ്കിലും ഞാനത് പോട്ടെ, ആളുടെ ടെൻഷനില്ല. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി ആളിങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ എനിക്ക് ഒന്നുകൂടി ഫ്രസ്ട്രേഷൻ ആവുന്നുണ്ട്. അപ്പൊ ഞാൻ ഒന്ന് രണ്ട് കേസസിലൊക്കെ അത് കണ്ടു. ഇപ്പൊ ചിലരൊക്കെ പറയും, ഇപ്പം മൈത്രയുടെ ഫാദർ പറഞ്ഞു മദറിന് പിന്നെ രോഗം വന്ന ആൾക്ക് ടെൻഷൻ കാരണം ദേഷ്യമാണ് വരിക എന്നുള്ളത്. അപ്പൊ അത് അപ്പുറത്തെ പ്രോസസ് ചെയ്യാൻ ഹസ്ബൻഡിന് വയ്യാണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ അദ്ദേഹത്തോടുള്ള അത് നിങ്ങൾ ഭക്ഷണം കഴിക്കാഞ്ഞിട്ടല്ലേ, നിങ്ങൾ ജോലി എന്ന് പറഞ്ഞ് നടന്നിട്ടല്ലേ, അങ്ങനെയല്ലേ ഇതേ ഡയലോഗ് എന്നോട് അറിയും. അത് കൺസേൺ ഞാൻ ആ സമയത്ത് അത് കൺസേൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറില്ല, അത് എന്നെ ഇറിറ്റേറ്റ് ചെയ്യാനാണ്. ആ സമയത്ത് എനിക്ക് കൺസേൺ ആയിട്ട് അത് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ തുറന്നു പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു വീട്ടിൽ പോയിക്കോളൂ, റെസ്റ്റ് എടുത്തോളൂ, ഞാനിവിടെ ഇനിയെങ്കിലും റിപ്പീറ്റ് ചെയ്യരുത്, അങ്ങനെ ആവല്ലേ എന്ന് പറയുന്നതാണ്. പക്ഷെ ആ സമയത്ത് കേൾക്കുന്ന ചീത്ത ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് മരുന്ന് കുടിക്കാൻ പ്രശ്നമാണ്. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ഇപ്പൊ ഞാൻ എന്താക്കി മനസ്സിലായി, എനിക്ക് ഈ ഒരു കണ്ടീഷൻ കുറച്ച് ബുദ്ധിമുട്ടാവുന്നുണ്ട്. അപ്പൊ ഞാൻ എനിക്ക് മരുന്ന് കുടിക്കാൻ തുടങ്ങി. അപ്പൊ അതൊക്കെയാണ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. കണ്ടോ ഇപ്പൊ കണ്ടില്ല ഓരോന്ന് വരുന്നത് നിങ്ങൾ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നത്. യെസ്, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പം അടുത്ത ആൾക്ക് നമ്മളെ പറഞ്ഞു കൊടുക്കുക നമ്മൾ ഇതാണെന്ന്.
അത് അവർ മനസ്സിലാക്കിയ കുറേ പ്രശ്നങ്ങൾ തീരും. അപ്പൊ ഞാൻ എനിക്ക് ദേഷ്യം ഉണ്ടായിട്ടല്ല, അപ്പൊ നീ ഇങ്ങനെ വിഷമിക്കുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ നിന്നെ ഇങ്ങനെ കുത്തുന്നൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നത്. കാരണം ഇങ്ങനെ വേദന എടുത്ത് സ്ട്രഗിൾ ചെയ്യുന്നതാണ് എനിക്ക് ബുദ്ധിമുട്ട്. എനിക്കത് ദേഷ്യമായിട്ട് പുറത്തേക്ക് വരുന്നത്. ഇവിടെ ഈ സമയം എനിക്കത് പ്രോസസ് ചെയ്യാൻ പറ്റില്ല. സോ അടുത്ത സമയത്ത് അപ്പൊ അങ്ങനത്തെ ആളുകൾ എനിക്ക് അപ്പുറത്തെ ആളോട് എന്താ പറയാ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റി. അത് ആള് ഫോളോ ചെയ്യുന്നുണ്ട്. ഇവിടെ പറയുന്നില്ലേ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇമോഷണൽ ഇന്റലിജൻസ്. അപ്പുറത്തെ ആള് ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് എന്റെ പണ്ടത്തെ ഇപ്പത്തെ ലൈഫ് എടുത്ത് നോക്കാൻ തുടങ്ങിയപ്പം എനിക്ക് ഏറ്റവും ഒരു സക്സസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു കാര്യം ഇമോഷണൽ ഇന്റലിജൻസ്. അപ്പുറത്തെ ആളെ മനസ്സിലാക്കുമ്പോൾ കുറെയൊക്കെ വഴക്ക് അവിടെ നിന്ന് ഒഴിഞ്ഞു വിട്ട്. ഇപ്പൊ എന്റെ കൂടെ എവിടെയെങ്കിലും വരൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടാണെങ്കിൽ എനിക്ക് ദേഷ്യം വരും, നിങ്ങൾ വരാത്ത ഇപ്പോഴാണെങ്കിൽ ആൾക്ക് പറ്റാഞ്ഞിട്ടാണ് എന്നൊരു സാധനം. അതാണ് ഇമോഷൻ. അതായത് അദ്ദേഹം ഇൻട്രോവേർട്ട് ആണ്, അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കറക്റ്റ് കാര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി സ്മൂത്ത് ആണ്. അതുപോലെ തന്നെ ഞാൻ എത്രത്തോളം ഈ ഒരു പാഷനേറ്റ് ആണ്, എന്റെ ജോബിൽ പാഷനേറ്റ് ആണെന്ന് എന്റെ ഹസ്ബൻഡ് മനസ്സിലാക്കി കൊണ്ട് അദ്ദേഹം ആ കാര്യത്തിലൊക്കെ കുറെ. യെസ്, പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ കുറവായിരിക്കും. അതിന് ട്രീറ്റ്മെന്റ് ആണ് എടുക്കേണ്ടത്. പേഴ്സണാലിറ്റി ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ യു ഷുഡ് കൺസൾട്ട് ഫസ്റ്റ്. ഇപ്പൊ ഈ സംശയം, അവരോടൊന്നും കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഏഷ്യമില്ല. സംശയരോഗം, അതുപോലെ തന്നെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി, അതിനോടൊന്നും നോക്കി കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വല്ലാണ്ട് നടക്കില്ല. അഞ്ചാമത്തെ അപ്പം മനസ്സിലായാലും ഏകദേശം, ലവ് ഇസ് നോട്ട് ഇനഫ് ടു സസ്റ്റെയിൻ എ മാരേജ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, ഇമോഷണൽ ഇന്റലിജൻസ് വേണം, ഫിനാൻഷ്യൽ പ്ലാനിങ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഹാവിങ് എ ബേബി വിൽ സ്ട്രെങ്തൻ എ ട്രബിൾഡ് മാരേജ്. പൊളിഞ്ഞ് നിൽക്കുന്ന മാരേജ് സ്ട്രെങ്തൻ ചെയ്യാൻ ബേബി ഉണ്ടായാലും കൂനുമ്പോ കുരു പഴുക്കുന്നതാണ് കുഞ്ഞ്. ഓൾറെഡി കൂനുണ്ടായിരുന്നു, അപ്പൊ കല്യാണം കഴിച്ചപ്പോ കുരുവായി, ആ കുരു പഴുക്കുന്നതാണ് കുഞ്ഞ്. നിങ്ങൾ ഏറ്റവും ഓക്കെ ആയിരിക്കും ഒരു കുഞ്ഞുണ്ടാവുന്നതാണ് ആ കുഞ്ഞിന്റെ മാനസികാരോഗ്യത്തിനും നിങ്ങളുടെ മാനസികാരോഗ്യത്തിനും ഒക്കെ നല്ലത്. കാരണം വെച്ചാൽ കോ പാരന്റിങ് ഇസ് വെരി എന്താ പറയാ പിന്നെ ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള, എസ്പെഷ്യലി രണ്ടാമത്തെ ഒക്കെ ഒരു കുഞ്ഞുണ്ടാവാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നല്ല പ്ലാനിങ്ങോട്. ഈ ആദ്യത്തെ കുഞ്ഞിനെ കഷ്ടപ്പെടുത്തുന്ന പോലെ രണ്ടാമത്തെ കുഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കല്ലേ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നലെ വന്ന കേസിലുണ്ടായിരുന്നു, ആദ്യത്തെ കുഞ്ഞിന് 1.25 വയസ്സുള്ളപ്പോഴാണ് രണ്ടാമത്തെ പ്രഗ്നന്റ്. 2 വയസ്സാകുമ്പോഴേക്കും രണ്ടാമത്തെ കുഞ്ഞുണ്ടായി. പക്ഷെ അമ്മ എന്നോട് പറയാണ്, മാം എന്റെ ഇളയ കുട്ടി മൂത്ത കുട്ടി അപ്പോഴേക്കും ചേച്ചിയായി. എനിക്ക് ആ 2 വയസ്സുള്ള എന്റെ കുട്ടി മൂത്ത കുട്ടിയായി മാറി. ഞാൻ അവളെ മൂത്ത കുട്ടീനെ പോലെയാണ് പിന്നെ പരിഗണിച്ചത്. ഇപ്പൊ കുട്ടിക്ക് ഭയങ്കര ബിഹേവിയറൽ ബുദ്ധിമുട്ട് വന്നു തുടങ്ങി. അപ്പൊ ഈ രണ്ടാമത്തെ നിങ്ങൾക്ക് നോക്കാൻ ആളും നിങ്ങൾക്ക് സമയം ചെലവഴിക്കാനായിട്ട് നിങ്ങൾ അടുത്തടുത്ത് കൊച്ചുങ്ങളെ ഉണ്ടാക്കിക്കോളൂ. അല്ലാത്ത പക്ഷം ജസ്റ്റ് ഗീവ് എ ഗ്യാപ്പ്. ആദ്യത്തെ കുട്ടിക്ക് ഒരു കെയർ ആൻഡ് കൺസേൺ മതിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ. എസ്പെഷ്യലി സെക്കൻഡ് ബേബിന്റെ കേസിലാണ് ഞാൻ ഇത് എപ്പോഴും പറയാറുള്ളത്. ബാങ്ക് വിളിക്കുന്നുണ്ട്. ഈ ഒരു ഓക്കെ,
അപ്പൊ രണ്ടുപേരും ഓക്കെ ആയിരിക്കുമ്പോഴാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. എസ്പെഷ്യലി അത് രണ്ടുപേരും ഓക്കെ എന്നുള്ളതിന് വേണ്ടതാണ് പ്രാധാന്യം. മാം റേഞ്ച് ഇല്ല. ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് അത് മതിയായിട്ടുള്ള, പിന്നെ പ്രസവിച്ചു കഴിഞ്ഞ് പാല് നമ്മൾ തന്നെ കൊടുക്കണം. അപ്പൊ അതിനൊക്കെ നമുക്ക് ഒരു ഓക്കെ ആവുമ്പോൾ മാത്രം, നിങ്ങൾ ഓക്കെ ആവുമ്പോൾ മാത്രം കുട്ടികൾക്കായിട്ട് ശ്രമിക്കാം. എ ബേബി ആഡ്സ് ന്യൂ ചാലഞ്ചസ് ആൻഡ് റിക്വയർസ്. അർഷില, ഇപ്പൊ മാം പറഞ്ഞില്ലേ അടുത്ത കുട്ടി, രണ്ടാമത്തെ കുട്ടി പെട്ടെന്നായാല് അത് മൂത്ത കുട്ടിക്ക് മെന്റലി ഇഷ്യൂസ് വരുമോ? എന്റെ പൊന്നെ വരുമോന്നോ? നന്നായിട്ട് വരും. നമുക്ക് നന്നായിട്ട് കെയർ ചെയ്യാൻ പറ്റും. ഇത് മിക്കവാറും മൂത്ത കുട്ടിയായി മാറും ഈ ചെറിയ കുട്ടി. ഓക്കെ. അവിടെയാണ് ഇതുകൊണ്ട് 3 ഡെലിവറി അടുപ്പിച്ചായതുകൊണ്ട് ഞാൻ നല്ലോണം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. മെന്റലി നല്ല ഡൗൺ ആയി. PPD ഇഷ്യൂ വന്നു, ട്രീറ്റ്മെന്റ് വരെ എടുത്തു. അപ്പം എനിക്ക് എന്നിട്ട് മോന് കുറച്ച് ഗ്ലൂമി ആയിട്ടൊക്കെ ആ ഒരു സമയത്ത് തോന്നുമായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി അപ്പൊ ആ ഒരു ഇത് കൊണ്ടാണോന്ന് ഞാൻ മാമിന്റെ അടുത്ത് ചോദിച്ചേ. അതാണ്, കുറച്ച് സമയം വേണ്ടേ ആ മൂത്ത കുട്ടിക്ക് കെയർ കിട്ടാൻ. ചിലവർ ഈ 1.25 വയസ്സാകുമ്പോൾ പാലുകൂടി പോലും നിർത്തിയിട്ടുണ്ട്. അപ്പൊ ആ രണ്ടാമത്തെ കുട്ടി വരുമ്പോഴേക്കും മൂത്ത കുട്ടി, അല്ല ആദ്യത്തെ കുട്ടി മൂത്ത കുട്ടിയായി. ശരിക്ക് ഞാനിപ്പോ പറഞ്ഞ മാം ഒരു 7 വർഷമായിട്ട് കണ്ടിന്യൂ ഞാൻ ഫീഡ് ചെയ്തോണ്ടിരിക്കാണ്. ഇപ്പം മൂത്ത മോന് 1.25 സെയിം വയസ്സ്, 1 വയസ്സും 2 മാസവും ആയപ്പോഴാണ് രണ്ടാമത്തെ ബേബി പ്രഗ്നന്റ് ആയത്. അപ്പൊ ഞാൻ ഡെലിവറിന്റെ ഒരു 3 മാസം വരെ അവന് ഫീഡ് ചെയ്തു. അത് കഴിഞ്ഞ് ആ ഒരു 3 മാസത്തെ ഗ്യാപ്പ്, പിന്നെ അടുത്ത കുട്ടിക്ക് അവളുടെ ഫീഡിങ് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ മൂന്നാമത്തെ ബേബി പ്രഗ്നന്റ് ആയി. അങ്ങനെ അവിടെ എന്താണെന്നറിയോ അർഷില, സംഭവിക്കുക എന്താണെന്നറിയോ? നമ്മൾ ഇനി 3 വയസ്സുള്ള കുട്ടിയോട് പറയും ബാവയ്ക്ക് കൊടുക്ക്, ബാവയല്ലേ ബാവയ്ക്ക്. അപ്പൊ 3 വയസ്സുള്ള കുട്ടി അപ്പൊ ഞാനാ എന്നൊരു തോന്നൽ വരും. നമ്മളപ്പത്തി 3 വയസ്സുകാരനെ മൂത്ത കുട്ടിയാക്കി. അതിപ്പോ ഞാൻ ഇന്നലെ എന്റെ രണ്ടാമത്തെ മോളെടുത്ത് അതേപറ്റി സംസാരിച്ചുള്ളൂ. കാരണം അവള് മൂത്ത മോനെ എന്തോ കൊടുക്കുന്നില്ല പറഞ്ഞ് വാശി പിടിച്ചപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിന്നെക്കാൾ 2 വയസ്സേ അവന് അധികമുള്ളൂ. അപ്പൊ അവന് ഇക്കാക്കാന്ന് പറയാനായിട്ടില്ല. നിനക്ക് എന്തൊക്കെ തോന്നുന്നു അതെന്നെ അവൾക്ക് തോന്നുന്നു. ഈ ഇക്കാക്ക വിളിയൊക്കെ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. ചേട്ടാ ഇക്കാക്ക ഇല്ല, അവര് പേരെന്നെ പക്ഷെ എന്റെ മക്കൾ നല്ല ഡിഫറൻസാ. എന്റെ മക്കൾ നല്ല ഡിഫറൻസ്. 7 വയസ്സായി, ഒരാൾക്ക് 7 വയസ്സായിട്ട് ഞാൻ അടുത്താണ് പ്രസവിച്ചത്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ചിലർക്ക് പേര് വിളിക്കും. ഞാൻ പറയുന്നത് ഇപ്പൊ എന്താ, അവര് ബ്രദേഴ്സ് ആണ്. അതിന്റെ അർത്ഥം മൂത്തവൻ ഇളയനെ കുറെ എന്താ പറയാ ഭരിക്കാനോ ഇളയവൻ സബ്മിസീവ് ആയിട്ട് നിൽക്കണമെന്നൊന്നുമില്ല. പിന്നെ ഞാനിപ്പോ അവനും കുട്ടികളെ പോലെ ആവുമ്പോ ഞാൻ പറയും, ഞാൻ അവനോട് പറയുമ്പോ ഒരു 6 വയസ്സ് വരെ നീ ക്ഷമിക്ക് സെയിനും, അവന് ഞാനൊരു കൺസിഡറേഷൻ കൊടുക്കും. 6 വയസ്സായാലും നിന്നെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാൻ അവനെ ട്രീറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ. ഫോണൊക്കെ വാശി എടുക്കുമ്പോൾ അവന് ഇത്ര സമയം കൊടുത്തില്ലെങ്കിൽ ഒരു 6 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാല് ഞാൻ അവനോട് നീ 7 വയസ്സ് വരെ നീ കുഞ്ഞായിട്ട് തന്നെയാണ് വീട്ടിൽ വളർന്നത്, 6 വയസ്സ് വരെ നീ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് പതുക്കെ നമുക്ക് അവന് എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്തെടുക്കാം. ഇപ്പം അവന് കുറച്ച് കുഞ്ഞുങ്ങളുടെ ആക്ടിവിറ്റീസ് നീ പ്രോസസ് ചെയ്യുന്ന പോലെ അവന് പ്രോസസ് ചെയ്യാൻ പറ്റൂല സാധനം. ഞാനത് അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് എങ്ങനെയാണെന്നറിയോ, സൈനു നീ ഇപ്പൊ റോഡിൽ കുറ്റിയാടി ബസ് വരുമ്പോ നീ ഓടുവോ? ഇല്ല. സാധു ഓടിയില്ലേ? ഓടി. അതെന്താ? സാധുവിന് അത് ഓടിയാൽ എന്ത് സംഭവിക്കുന്ന അറിയാനുള്ള പ്രായമായിട്ടില്ല. നീ അതായി. സോ യു ഹാവ് സ്റ്റാർട്ടഡ് തിങ്കിങ് ലോജിക്കലി ആൻഡ് അബ്സ്ട്രാക്ട്ലി. അത് സാധുവിന് വന്നിട്ടില്ല. സാധുവിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ വലിയ പോലെ ട്രീറ്റ് ചെയ്യും. അപ്പൊ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യും. If a couple already has a relationship, മാം എപ്പോഴും ഇങ്ങനെ പറയും, നീ വലുതല്ലേ, ഓൻ കുഞ്ഞല്ലേ. അപ്പൊ ഞാൻ എന്നിട്ട് അതിന് ഇവിടുന്ന് ഫൈറ്റ് ചെയ്യാണ്. ഞാൻ ചോദിക്കും, അവൻ വലുതാന്ന് പറഞ്ഞാൽ അവന് ജസ്റ്റ് 7 വയസ്സല്ലേ ആയുള്ളൂ എന്ന് ചോദിക്കും. പക്ഷെ അവരത് ഉൾക്കൊള്ളൂല. എല്ലാരെയും ഇതില് അവൻ വലിയ അതേപോലെ തന്നെ മാം നമ്മള് പാരന്റ്സ്, നമ്മൾ ഉമ്മമാരും കേൾക്കണം. ഇവിടുന്ന് ഇപ്പൊ എന്റെ മക്കളെ ഇക്കാക്കനായിട്ട് കമ്പയർ ചെയ്യും, ഇക്കാക്കന്റെ വൈഫിനായിട്ട് കമ്പയർ ചെയ്യും. അവിടെ അങ്ങനെ നീറ്റാണ്, ഇവിടെ എന്താ അങ്ങനെയല്ലേ. ഇപ്പൊ ഞാൻ ചോദിക്കും, അവിടെ ഇളയ കുട്ടീന്റെ ഇളയതാണ്, ഇവിടെ എന്റെ മൂത്ത കുട്ടി എന്ന് പറയും. പക്ഷെ അത് ആരും കാണൂല. യെസ്, ഒരു കുട്ടീനെ എനിക്ക് മാനസിക രോഗിയാക്കണോ അല്ലെങ്കിൽ മാനസിക പ്രശ്നം ഉണ്ടാക്കണോ പിൽക്കാലത്തിന്റെ ഒരു പ്രശ്നമില്ല. നന്നായിട്ട് കമ്പയർ ചെയ്ത് വിട്ടാൽ മതി ചെറുപ്പം മുതൽ. അത് അങ്ങനെ തന്നെ ആയിക്കോളൂ. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ക്ലാസ്സസ് നാളെ പറഞ്ഞുതരാം. ഇത് മക്കളെ മാത്രല്ല നമ്മളെയും കമ്പയർ ചെയ്യുന്നുണ്ട് മാം. ആ ഒരു ഉമ്മമാരെയും കൂടിയാണ് അവിടെ കമ്പയർ ചെയ്യുന്നത്.
അപ്പൊ അതാണ് നമ്മൾ ഈ എടുക്കുന്ന ഈ 3 കുട്ടികളെ എടുത്തിട്ട് നമ്മള് ചെയ്യുന്ന ഒരു എഫേർട്ട് അവിടെ ഒന്നും അല്ലാതെ ആയിട്ട് വീട് നീറ്റായിട്ട് കിടക്കണ എവിടെയാ? പക്ഷെ ചെറിയ മക്കളാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിടുമെന്ന് ചിന്തിക്കുമല്ലോ. അത് നമ്മളത് ബോധറിയാതിരിക്കുക. അവരെ പറയുന്നത് ഇതിലേ കേട്ട് ഇതിലേ വിടാനുള്ള ഒരു പാകത്തിലേക്ക് നമ്മൾ ആവണം. അതിനാണ് നമ്മൾ സൈക്കോളജി പഠിക്കുന്നത്. അതാക്കി തരാം, എന്റെ കൂടെ കൂടിക്കോ. ഇനി സിൻസിയ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു കുട്ടി മാത്രം മതി എന്ന് പാരന്റ്സ് തീരുമാനിച്ചാൽ ആ കുട്ടിക്ക് ബുദ്ധിമുട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഞാൻ ഒറ്റ കുട്ടിയാണ്, കളിക്കാൻ ആളില്ല. ഇവരൊക്കെ ഇങ്ങനെ ചോക്ലേറ്റിനൊക്കെ അടി കൂടുമ്പോ എനിക്കൊരു പെട്ടി ചോക്ലേറ്റ് ഉണ്ടോ, ഞാൻ അത് നോക്കിയിരിക്കും. ഇതിപ്പോ എന്താക്കാനാ? അടി കൂടാൻ ആരുമില്ല, കൊടുക്കാൻ ആരുമില്ല, തിന്നാൻ ആരുമില്ല, എല്ലാം ചോദിച്ചാൽ കിട്ടൂ. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ബെനിഫിറ്റ്സ്, പ്രോസ് ആൻഡ് കോൺസ് ഒരേപോലെയുള്ള സാധനമാണ് ഒറ്റ കുട്ടി. ചീത്തയാണെങ്കിൽ ഫുൾ ചീത്ത നമ്മൾ ഒറ്റയ്ക്ക് കേൾക്കണം, സാധനങ്ങളാണെങ്കിൽ ഫുള്ള് നമുക്ക് ഒറ്റയ്ക്ക് കിട്ടും. ശരിക്കും വല്ലാത്തൊരു ഒറ്റപ്പെടലായിരിക്കും ആ ഒരു സമയത്ത്. എനിക്ക് എനിക്ക് കല്യാണം കഴിച്ചപ്പോ റിലീഫായിരുന്നു. കാരണം കുറെ ആളൊക്കെ ഉള്ള വീട്ടിൽ പോകാൻ എനിക്ക് റിലീഫായിരുന്നു. പക്ഷെ എന്നെ വിടൂലായിരുന്നു. കല്യാണം കഴിച്ചപ്പോഴും വിടൂലായിരുന്നു, ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് വിടൂലായിരുന്നു. പിന്നെ കെട്ടിപ്പൂട്ടി വെച്ചായിരുന്നു. സൈക്കോളജി ഒക്കെ പഠിച്ചപ്പോ ഞാൻ ഫൈറ്റ് ചെയ്തിട്ട് ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലോട്ട് വന്നാ, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിലോട്ട്. ഈ കെയറിങ് കൂടിയിട്ടുള്ള പ്രശ്നം എനിക്ക് 13 വയസ്സായപ്പോഴാണ് അനിയത്തി ഉണ്ടാകുന്നത്. അത് വേറെ നല്ല പ്രോസും ഉണ്ട്. കാരണം ഞാൻ 2 ഉമ്മമാർക്ക് ഒറ്റ മോളാണ്. എന്റെ ഉമ്മയുടെ താത്തക്ക് മക്കളില്ല, എന്റെ ഉമ്മക്ക് ഞാൻ ഒറ്റ മോളാണ്. ഇവർ രണ്ടുപേരുടെയും ഒറ്റ മോളാണ് ഞാൻ. നല്ല ബെനിഫിറ്റ്സും ഉണ്ട്, നല്ല കോൺസും ഉണ്ട്. പക്ഷെ ആ ഒരുപാട് ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ എല്ലാ സിബ്ലിങ്സ് ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നവും സിബ്ലിങ്സ് ഇല്ലാത്തപ്പോഴുള്ള പ്രശ്നമൊക്കെ ഭയങ്കര. അതുകൊണ്ടാണ് എനിക്ക് ഹസ്ബൻഡിന് മാത്രം മതി രണ്ടാമത്തെ കുട്ടി വേണമെന്നൊന്നും യാതൊരു നിർബന്ധം ഉണ്ടായിരുന്നില്ല. കാരണം എന്റെ പ്രഗ്നൻസി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസിയാണ്. അപ്പൊ നിനക്ക് ബുദ്ധിമുട്ടാവണമെങ്കിൽ പക്ഷെ എനിക്കായിരുന്നു നിർബന്ധം രണ്ടാമതൊരു കുട്ടി കൂടി വേണം, അവരുടെ സിബ്ലിങ്സ് ഉണ്ടാവണം, ആ ഷെയറിങ്ങും കെയറിങ്ങും ഒക്കെ വരണമെങ്കിൽ. അപ്പം എനിക്ക് കസിൻസ് ഒക്കെ ഉണ്ട്, എന്നാൽ പോലും സ്വന്തമായിട്ടൊരു സിബ്ലിങ് ഇല്ലാത്ത ഒരു വിഷമം ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. ബട്ട് സോ ആസ് ഉള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഈ സ്വത്തിനൊക്കെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം വരുമ്പോൾ സിബ്ലിങ്സ് ഇല്ലാത്ത നന്നായി എന്നൊക്കെ ചിലപ്പോൾ തോന്നാറുണ്ട്. അതേസമയം അത് അത്രയും നല്ല ഒരു പ്രോപ്പർട്ടീസ് നമ്മൾ അടി ഉണ്ടാക്കുമ്പോഴൊക്കെ ഉണ്ടാത്തത് നന്നായി തോന്നാറുണ്ട്. അതേസമയം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നും തോന്നാറുണ്ട്. ഡിപ്പെൻസ്. ഓക്കെ, അല്ലാണ്ട് അത് മാത്രമായിട്ടൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവും. അപ്പൊ സ്ട്രോങ് മാരേജസ് ആർ കുട്ടികൾ വരുന്നതിന് മുന്നേ നിങ്ങളെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക. എന്നിട്ട് മാം അത് കുട്ടി വരും, എന്നിട്ട് കുറച്ച് ഈ പറഞ്ഞ പോലെ 7 വയസ്സൊക്കെ എനിക്കൊരു കൂട്ട് വേണമെന്ന് പറയുമ്പോ സെക്കൻഡ് നോക്കുന്നതാവും നല്ലതെന്ന് തോന്നുന്നു. അല്ല, എന്റെ കൊച്ചിന് അങ്ങനെ കൂട്ട് വേണമെന്നൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്റെ കൊച്ചു 2 വീട്ടിലെ ആദ്യത്തെ കുട്ടിയായിരുന്നു. നല്ല പാമ്പറിങ് കിട്ടിയിട്ടായിരുന്നു. അവന്റെ കാര്യത്തിൽ ഞാൻ കൺസേൺ ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും, ബേബി ഉണ്ടായ നിനക്ക് നല്ലതാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു എനിക്ക് സിബ്ലിങ്സ് ഇല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് കണ്ടില്ലേ, എനിക്ക് അങ്ങനെ ഒക്കെ പറഞ്ഞു കൊടുക്കും. നിനക്ക് സിബ്ലിങ്സ് ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. എനിക്ക് സിബ്ലിങ്സ് ഇല്ല, ഞാൻ ഒറ്റ കുട്ടിയാ, എന്റെ വീട്ടിലേ ഞാൻ ഒറ്റ കുട്ടിയാ. ഞാൻ പറയും കൊല്ലത്തിലും കൂടി ഒരൊറ്റ കുട്ടിയാ. അതിന്റെ വീട്ടിലെല്ലാ ഞാൻ പറഞ്ഞില്ലേ, അവിടുന്ന് ഉണ്ടായ ഒരു അഫയാണ് ഇപ്പത്തെ അഫ. കാരണം ഭയങ്കര പാമ്പേർഡ് ആയിട്ടുള്ള ഞാൻ എന്താഗ്രഹിച്ചാലും അത് എന്റെ വീട്ടിൽ സാധിച്ചു തരായിരുന്നു. എന്ത് പറഞ്ഞാലും സാധിച്ചു തരും, എന്ത് വേണമെങ്കിലും സാധിച്ചു തരും. ഒരു എന്താ പറയാ പ്രിൻസസ് ലൈഫിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതെനിക്ക് അത് വേണ്ടാന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ബോൾഡ് ആവണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ തണലിൽ തന്നെ. ഇപ്പോഴും എന്റെ ഫാമിലി വെക്കും, നമ്മൾ എന്തിനും പോയി ഇത്ര കഷ്ടപ്പെട്ട് രാവിലെ തൊട്ട് രാത്രി വരെ ഇരിക്കണേ, അതിന്റെ ആവശ്യം ഉണ്ടാക്കുന്ന പറഞ്ഞാൽ എനിക്ക് ആവശ്യമുണ്ട്, ഞാനിത് ഹാപ്പിയാണ് എന്ന് പറയാൻ എനിക്ക് പറ്റിയത് ഈ ഒരു പ്രൊഫഷനിലേക്ക് വന്ന ശേഷമാണ്. ഐ ലവ് മൈ പ്രൊഫഷൻ വെരി മച്ച്. ഞാൻ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. സോ ഹാവിങ് എ ബേബി വിൽ സ്ട്രെങ്തൻ എ ട്രബിൾഡ് മാരേജ് എന്താണ്? മിത്താണ്. അതൊരിക്കലും ഒരു ട്രബിൾഡ് മാരേജിന് ഉണ്ടാക്കണം. ഇപ്പൊ നമ്മൾ ഇന്ന് 5 മിത്താണ് നോക്കി. മാരേജ് വിൽ ഫിക്സ് ഓൾ റിലേഷൻഷിപ്പ്, ഓൾ പ്രോബ്ലം, ഹാപ്പി കപ്പിൾസ് നെവർ ഫൈറ്റ്, മാരേജ് മീൻസ് ലൂസിംഗ് പേഴ്സണൽ ഫ്രീഡം, ഹാവിംഗ് എ ബേബി, ലവ് ഇസ് എനഫ് ടു സസ്റ്റെയിൻ എ മാരേജ്, ഹാവിംഗ് എ ബേബി വിൽ സ്ട്രെങ്തൻ ട്രബിൾഡ് മാരേജ്. ഇനി ഒരുപാട് എണ്ണം ഉണ്ട് കേട്ടോ. നാളെ ഒരു ക്ലാസ് കൂടി നമുക്ക് പ്രീ ക്ലാസ് ആക്കാം. 1.5 മണിക്കൂറായിട്ട് 50 പേര് ഇതിന്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി എല്ലാവർക്കും അത്രയും എന്തോ ഒരു റിലീഫ് ഉണ്ട് ക്ലാസ് എന്നുള്ളത്. അപ്പം ഒന്നും കൂടെ ഫ്രീ ക്ലാസ് ആക്കാൻ. എങ്ങനെ ഉണ്ടായിരുന്ന സെഷൻ? ഇറ്റ് ഇസ് അറൌണ്ട് 1 hour കഴിഞ്ഞു. 1.5 മണിക്കൂറായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ലൈഫിൽ സാധാരണ കാണുന്ന എല്ലാ ടോപ്പിക്സും കുറെ കവർ ചെയ്ത പോലെ തോന്നി. ഇനിയോണ്ട് ഇഷ്ടം പോലെ കവർ ചെയ്യണ. നാളെ നല്ല നല്ല ടോപ്പിക്സ് ആണ്. ഒരു ക്ലാസ് കൂടി ഞാൻ ഫ്രീ ക്ലാസ് ആകാം. ഇതാണ് ഓൺലൈൻ ഇന്റേൺഷിപ്പ്.
അല്ല, ഞാൻ ഈ ഓൺലൈൻ ഇന്റേൺഷിപ്പ് കൊണ്ട് ഉദ്ദേശിച്ചു അത് നമ്മളിങ്ങനെ പാടെടുത്ത് പോകുന്ന പോലെയല്ല. കണ്ടില്ല, ഇപ്പൊ ഓരോരുത്തർ വ്യൂ പോയിന്റ്സ് പറഞ്ഞു, ഓരോരുത്തരുടെ ഡൗട്ട്സ് ചോദിച്ചു. ഇതൊക്കെയാണ് സൈക്കോളജി. കാരണം നമ്മൾ സൈക്കോളജിസ്റ്റ് ആയിട്ടിരിക്കുന്നത് നമ്മൾ ആദ്യം ഒന്ന് കുറച്ച് ഇമോഷണലി ഓക്കെ ആവുകയും ഇതൊക്കെ അറിഞ്ഞിരിക്കുകയും നമ്മളെ ഭാഗത്ത് കുറച്ച് റെഡി ആക്കണ്ടേ. എനിക്ക് ഇന്ന് ആദ്യമായിട്ട് സൈക്കോളജി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. സജി, ഇൻട്രസ്റ്റിംഗ് ക്ലാസ്സസ് ആർ അപ്കമിങ്. ഇന്ന് ഓറിയന്റേഷൻ ക്ലാസ് കഴിഞ്ഞാൽ മനസ്സിലാവും ഞങ്ങൾ കുറെ പ്ലാൻസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇനി ഇതിനോട് എല്ലാ സബ്ജക്ട്സും പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് കുറച്ചുകൂടി ഡിസ്കഷൻ, കാരണം എല്ലാത്തിന്റെയും ക്ലാസ് ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്. ഇനി കുറച്ച് ഡിസ്കഷനും ഒക്കെ ആക്കിയിട്ട് എക്സാമിന് പഠിക്കാനുള്ള ക്ലാസ് വേറെയും സൈക്കോളജി എന്താന്ന് വേറെയും ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ മുതൽ ഞങ്ങൾ അങ്ങനെയാണ് ഇനി എടുക്കാൻ വേണ്ടി പോകുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അത് ഇൻട്രസ്റ്റിംഗ് പഠിപ്പിക്കണം എന്ന് തന്നെയാണ് തീരുമാനം. ഓൺലൈൻ ഇന്റേൺഷിപ്പിന്റെ അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, എനിക്ക് എന്താണ്, ഞാൻ സുഖമില്ലാതിരിക്കുന്ന പോലെ തോന്നിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? മാമിന് ഒരു ഉഷാറില്ലാത്ത പോലെ തോന്നി. മെഡിക്കേഷനിലാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടേ ഉള്ളൂ. വെള്ളിയാഴ്ച രാത്രി ഡിസ്ചാർജ് ചെയ്തതാണ്. ശനിയാഴ്ച മുതൽ ഞാൻ ഇവിടെ ഉണ്ട്. മെഡിക്കേഷൻ കഴിക്കുന്നുണ്ട്. രാവിലെ മെഡിക്കേഷൻ ഉണ്ട്, രാത്രി മെഡിക്കേഷൻ ഉണ്ട്. അപ്പോ ഇന്നലെ ഞാൻ കേസ് എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഗ്ലൂമി ആയിട്ട് ഇരിക്കുകയായിരുന്നു. അവസാനം ഞാൻ ടവൽ എടുത്തുകൊണ്ട് അതിൽ വെള്ളമാക്കിയിട്ട് കണ്ണൊക്കെ തുടച്ചപ്പോഴാണ് ആശ്വാസം വന്നത്. എനിക്ക് ഹെർണിയയുടെ ഒരു ചെറിയ കണ്ടീഷൻ ഉണ്ട്. അതിന്റെ കൂടെ ഭക്ഷണം ഞാൻ നേരത്തിന് കഴിക്കത്തില്ല. കാരണം ഒരു പേഷ്യന്റ് കയറിയ ചിലപ്പോൾ 3 മണിക്കൂറൊക്കെ പേഷ്യന്റ് ഉണ്ടാവും എന്റെ അടുത്ത്. അപ്പൊ അത് കഴിഞ്ഞ് വരുമ്പം ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട്. അപ്പൊ ഗ്യാസ് ട്രബിൾ നന്നായിട്ട് ഇൻക്രീസ് ചെയ്ത്. പിന്നെ ആണെങ്കിൽ ഞാൻ ഇത് കുറെ മുന്നേ സംഭവിച്ച കാര്യമായിട്ടോ. ഞാൻ മര്യാദയ്ക്ക് മെഡിക്കേഷൻ കഴിക്കില്ല. മെഡിക്കേഷൻ ഒക്കെ വീട്ടിൽ വാങ്ങിക്കൊണ്ടും അത് കഴിക്കത്തില്ല. ഇപ്പൊ ഞാൻ ഡെയിലി മെഡിക്കേഷൻസ് കഴിക്കുന്നുണ്ട്. ഇപ്പൊ രാവിലെ 3 ടാബ്ലറ്റും 1 സിറപ്പും കഴിച്ചിട്ടാണ് വരുന്നത്. അല്ല, ഫാമിലി തെറാപ്പി വരുമ്പോ ഈ പോയിന്റ്സ് അല്ല, അത് അവസാനം പറഞ്ഞുതരാം. അത് കുറെ ടോപ്പിക്സ് ഉണ്ട് ബിനു. ഇതിപ്പോ നമ്മൾ ഇന്നലെ ഫാമിലി തെറാപ്പി എന്താന്ന് പറഞ്ഞു, ഇനി അതിന്റെ മിക്സ് പറഞ്ഞു, ഇനി അതിന്റെ ബൗണ്ടറീസ് പറയാനുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞ ശേഷമാണ് നമ്മൾ. മാം, തേർഡ് ഇയറിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ PG എൻട്രൻസ് കോച്ചിങ് വേറെ അഡ്മിഷൻ എടുക്കണോ, അതോ അത് ഫ്രീ ആണോ? അത് PG എൻട്രൻസ് കോച്ചിങ്ങിൽ ഒരു ഡിസ്കൗണ്ട് ഉണ്ടായിട്ട് ചെറിയൊരു എമൗണ്ടിലാണ് ചെയ്യുക. അല്ലാതെങ്കിലും 5,000 ആണ് വരിക. അത് എമൗണ്ടിൽ കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുക. രണ്ട് സ്ട്രീമാണ് കേട്ടോ. അത് നിങ്ങൾ നമ്മള് കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം കേട്ടോ. മാമിന് ഇന്ന് ഓഫ്ലൈൻ ആയിട്ട് ഇന്റേൺഷിപ്പ് ഉണ്ടാവുക? ഇതാ തുടങ്ങാണ്. നാളെ പുതിയ ബാച്ച് വരാണ്, ജൂലൈയില്. നാളെ വരെ അല്ലേ? അപ്പൊ അവിടെ സ്റ്റേ ചെയ്യണ്ടല്ലോ. എപ്പോഴാ ടൈം ഉണ്ടാവുക? 10:30 മുതൽ 3:30 വരെയാണ്. സ്റ്റേയിങ്ങിനുള്ള സൗകര്യം നമ്മൾ ഒരുക്കുന്നുണ്ട്. നമുക്കൊരു ഫ്ലാറ്റ് ഒക്കെ ഉണ്ട്, അവിടെ സ്റ്റേ ചെയ്യാം. പിന്നെ ഓൺലൈൻ ആണെങ്കിൽ നമ്മൾ ഓഫ്ലൈൻ എടുക്കുന്ന എല്ലാ ടോപ്പിക്സും ഓൺലൈനിൽ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഓഫ്ലൈൻ ജൂലൈ കഴിഞ്ഞിട്ടുണ്ടാവോ? ജൂലൈ കഴിഞ്ഞിട്ട് ഓഗസ്റ്റില്. പിന്നെ ഓണം വെക്കേഷൻ ഉണ്ട്. എത്ര ദിവസം ഏത് ബാച്ച് എടുക്കണ നല്ലത്? 15 ദിവസമോ 30 ദിവസമോ? 1 മന്ത് ആണ് ഞാൻ പറയാം. 1 മന്തിലേക്ക് ഫാമിലി തെറാപ്പി ഒക്കെ ഉള്ളൂ. 15 ഡേയ്സ് ബേസിക് മാത്രമാണ്. 1 മന്ത് ആണ് ഓഫ്ലൈന്. 15 ദിവസം ഉണ്ട്, 1 മന്ത് ഉണ്ട്. 15 ദിവസം ബേസിക്സ് ആണ്, 1 മന്ത് അഡ്വാൻസ്ഡ്. ഇപ്പൊ ഓൺലൈൻ ഇന്റേൺഷിപ്പ് 15 ദിവസം ഇല്ല, 1 മന്ത് മാത്രമാണ്. ബേസിക്സ് ടു അഡ്വാൻസ് ആണ് കൊടുക്കുന്നത്. സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും, ഇന്റേൺഷിപ്പ് റെക്കോർഡ് എഴുതിപ്പിക്കും, എല്ലാ കാര്യങ്ങളും. അതായത് ഒരു സൈക്കോളജിസ്റ്റ് എന്തൊക്കെയാ ചെയ്യേണ്ടത് നിങ്ങൾ നമ്മുടെ ഇന്റേൺഷിപ്പിൽ പങ്കെടുത്തവരോട് ചോദിച്ചാൽ അവരെല്ലാം പറഞ്ഞു. അവർക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും അറിയാം. മാം, ഏതാ ബെറ്റർ, ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ? അത് ഞാൻ ഓൺലൈൻ അല്ല, ഓഫ്ലൈൻ തന്നെയാ പറയാ. കാരണം ഓഫ്ലൈൻ വേറെ തന്നെ ഒരു വൈബാണ്. പക്ഷെ അത് പറ്റാത്തവർക്ക് ഓൺലൈൻ ഓപ്റ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഓഫ്ലൈൻ തന്നെ എപ്പോഴും ബെറ്റർ. കാരണം കുറെ കൂടെ നമ്മൾ ഹാൻഡ് ഓൺ കുറെ കാര്യങ്ങൾ, ഡിസ്കഷൻസ് കാര്യങ്ങൾ. രാവിലെ 10:30 മുതൽ 3:30 വരെ ഇരിക്കുന്നില്ലേ, അതിന്റെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇനി മുതൽ നമ്മുടെ BAPCHന്റെ ക്ലാസ് തന്നെ നമ്മൾ ഓഫ്ലൈനും കൂടി ആക്കാൻ വേണ്ടി പോവാണ്. കാരണം നിങ്ങളൊക്കെ വീട്ടിലിരുന്ന് പഠിക്കുകയാണ്. 2 ദിവസം നിങ്ങൾക്ക് ഒരാഴ്ചയിൽ, ഒരു മാസത്തിൽ 4 ദിവസം നിങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ഒരു കോളേജ് വൈബ് തരാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഇപ്രാവശ്യം അത് ഫ്രീ ആട്ടോ. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് ശനിയും ഞായറും, 2-ാം ശനിയും ഞായറും 4-ാം ശനിയും ഞായറും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ഇന്റേൺഷിപ്പ് 1 മന്ത് ആണ് സർട്ടിഫിക്കറ്റിൽ പറയെങ്കിലും അത് 3 മാസം കൊണ്ടാണ് തീർക്കുക. കാരണം ഡെയിലി ഒരു 1 hour ഒക്കെ അല്ലേ കിട്ടും. 3-3.5 മാസം കൊണ്ടാണ് കംപ്ലീറ്റ് തീർക്കുക. ഓക്കെ ആണല്ലോ? സെഷനൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നാളെ ഒരു സെഷനും കൂടെ ഞാൻ ഫ്രീ ക്ലാസ് തരാം. നാളെ ഇച്ചിരി നേരത്തെ ആയിരിക്കും, ബിക്കോസ് നാളെ ഓഫ്ലൈൻ ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട്.
എന്തായാലും നമുക്ക് ഇങ്ങനെയൊക്കെ കുറച്ച് ഡിസ്കസ് ഒക്കെ ചെയ്ത് ഈ സൈക്കോളജി എന്ന വിഷയത്തെ കുറച്ചുകൂടെ ആഴത്തിലൊക്കെ പഠിക്കാം. അപ്പൊ ഹോപ്പ് ദി ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. അടുത്തൊരു സെഷനുമായി നമ്മൾ വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.